ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ ദൃശ്യസാക്ഷ്യം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യസാക്ഷ്യം പരമ്പരയുടെ 14-ാമത്തെ അധ്യായമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പ്രമുഖരായിട്ടുള്ള 2 ഡോക്യുമെന്ററി സംവിധായകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ അധികം അനുഭവ സമ്പത്തുള്ള 2 മാധ്യമ പ്രവർത്തകരാണ് ഇവർ രണ്ടുപേരും. നമ്മള് ശ്രീ എം വേണുകുമാർ, നാന വേണു എന്ന് കൂടുതലായിട്ടും അറിയപ്പെടുന്ന ശ്രീ എം വേണുകുമാർ, ശ്രീ ബി ആർ അജിത് കുമാർ, ഇങ്ങനെയുള്ള 2 മുതിർന്ന മാധ്യമ പ്രവർത്തകരെയാണ് പരിചയപ്പെടുത്തുന്നത്. 2 പേർക്കും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. ഈ പരമ്പരയുടെ ശ്രോതാക്കളായിട്ട് നിരവധി പേര് എത്താറുണ്ട്. ഇന്ന് ഇപ്പോ ബൈന്ദ, ശ്രീമതി ബൈന്ദ, അതുപോലെ ശ്രീമതി ലിനി 2 പേരാണ് എത്തിയിട്ടുള്ളത്. കൂടുതൽ പേര് ജോയിൻ ചെയ്യും. നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഇവർ 2 പേര് മാത്രമാണ്. ലിങ്ക് ഷെയർ ചെയ്ത് ധാരാളം പേര് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ പരമ്പരയിലേക്ക് 2 പേരെയും സ്വാഗതം ചെയ്യുന്നതിനൊപ്പം 2 പേരെയും ഒന്നുകൂടി പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ആദ്യം ശ്രീ വേണുകുമാർ സാറിലേക്കാണ് പോകുന്നത്. മാധ്യമ പ്രവർത്തകൻ, ഡോക്യുമെന്ററി സംവിധായകൻ, കഥാകൃത്ത്, സ്ക്രിപ്റ്റ് റൈറ്റർ, പരസ്യ ചിത്ര സംവിധായകൻ, ബാല സാഹിത്യകാരൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇന്ന് ക്ലബ് ഹൗസ് ദൃശ്യസാക്ഷ്യ പരമ്പരയിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ശ്രീ എം വേണുകുമാർ സർ. നാന വേണു എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. 50-ലധികം ഡോക്യുമെന്ററി പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹത്തിന് മികച്ച ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന അവാർഡ് 3 തവണ ലഭിച്ചിട്ടുണ്ട്. 2 ഫീച്ചർ ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ ഗൗരി എന്ന സീരിയലിന്റെ കഥ തിരക്കഥ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. പ്രശസ്ത സിനിമ സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സംവിധാന സഹായിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഫീച്ചർ ഫിലിം അദ്ദേഹത്തിൻ്റെതാണ്. നക്ഷത്രങ്ങൾ ഈ വഴിയെ, ഇന്നലത്തെ താരം എന്നിങ്ങനെ വളരെ ജനപ്രിയമായിട്ടുള്ള 2 പരമ്പരകളാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ള പരമ്പരകൾ. അമൃത ചാനലിലാണ് അത് പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത്. ഈ 2 പരമ്പരകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇത് കൂടാതെ നിരവധി ജനപ്രിയ പരിപാടികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി മാധ്യമ പുരസ്കാരം, സ്മിത പാട്ടീലിന്റെ പേരിലുള്ള ദേശീയ അവാർഡ്, അതുപോലെ NCERT ഏർപ്പെടുത്തിയിട്ടുള്ള നാഷണൽ അവാർഡ്, IDPI ONGC അന്തർദേശീയ അവാർഡ്, എന്നിങ്ങനെ നിരവധി അവാർഡുകൾ, നേരത്തെ പറഞ്ഞ 3 സംസ്ഥാന അവാർഡുകളെ കൂടാതെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. സിനിമാ ജീവിതങ്ങൾ, സിനിമയുടെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സിനിമാ ജീവിതങ്ങൾ, സ്വപ്നങ്ങൾ എന്ന ഒരു പുസ്തകം, അതുപോലെ മായി എന്ന പേരിലുള്ള ഒരു നോവലായിട്ട്, തമ്പുരാൻ കുന്നിലെ സിനിമാ വിശേഷങ്ങൾ എന്ന പേരിൽ ഒരു ബാല സാഹിത്യ നോവൽ, ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഈ പുസ്തകം. അതുപോലെ എന്താണ് ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്ന ഒരു പുസ്തകം. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട് എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. സിനിമയിലെ സ്ത്രീ ജീവിതങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ്. തിരുവനന്തപുരം കരമനയിൽ അദ്ദേഹം താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററികളിൽ ചിലത് കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്തിരുന്നു. നെന്മാണിക്യം, മനോഹരമായ പാട്ടിന്റെ ഒരു സംഗീതത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പാടങ്ങളെ ശവപ്പറമ്പാക്കി മാറ്റുന്ന മനുഷ്യന്റെ ദുരയെ പറ്റി പറയുന്ന നെന്മാണിക്യം 2 പാർട്ടുകളായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ
മറ്റൊരെണ്ണം കാലഭൈരവൻ, കാശിയിലെ സ്നാനഘട്ടങ്ങളെ പറ്റി. നമ്മൾ വാരണാസി എന്നുള്ള എംടിയുടെ നോവലൊക്കെ വായിച്ചതേ ഉള്ളൂ, പക്ഷെ നമ്മൾ നേരിട്ട് കാണുകയാണ് സ്നാനഘട്ടങ്ങൾ. അതുപോലെ മറ്റ് ചില ഡോക്യുമെന്ററീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം കൂടുതലായിട്ട് നമ്മളോട് പറയും. അദ്ദേഹത്തിന് വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി ആർ അജിത് കുമാർ സാറ് രണ്ടാമതാണ് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ആദ്യം വേണു സാറിലേക്ക് പോവുകയാണ്. സാറിന് സംസാരിക്കാം. ഇന്നിവിടെ കൂടുതൽ ഇവിടെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ശ്രോതാക്കൾ എത്തിയിട്ടുണ്ട്. ശ്രീ സുരേഷ് നെല്ലിക്കോടുണ്ട്, അതുപോലെ ശ്രീ സുരേന്ദ്രൻ, അങ്ങനെ കുറച്ചുപേരും കൂടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ശ്രീ വേണുകുമാർ സർ. നമസ്കാരം. ഈ സത്യദീപ് പ്രോഗ്രാം ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഈ എനിക്കൊരു വളരെ കുറച്ചു കാലമായിട്ട് ഒന്നും ഇറങ്ങിക്കിടന്ന ഒരു സിനിമയുടെ ഇപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തേക്ക് കയറാൻ ഇത്തിരി വൈകിപ്പോയി. എങ്കിലും ഇതൊരു ഡോക്യുമെന്ററി മേക്കേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായും ഇതിൽ വന്നെത്തേണ്ടത് തന്നെയായിരുന്നു. വൈകിപ്പോയതിൽ എനിക്കും സങ്കടമുണ്ട്. പിന്നെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി കാലമായിട്ട് ഡോക്യുമെന്ററിയിലാണ് ഉറപ്പിച്ചു നിൽക്കുന്നത്. എനിക്കതെന്തോ ഇഷ്ടമുള്ള ഒരു മാധ്യമമായിട്ട് എനിക്ക് തോന്നി. സിനിമയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, നേരത്തെയൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഈ ഡോക്യുമെന്ററിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, സന്തോഷം, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞു പോകുന്ന വിഷയങ്ങൾ, അതൊക്കെ വളരെ വ്യത്യസ്തമാണ്. ആ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു പെയിൻ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡോക്യുമെന്ററികൾ കുറച്ചൊക്കെ അജിത് കുമാർ സാറൊക്കെ അത് പലതും വർക്കുകൾ കണ്ടിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കുകളാണ് ഞാൻ ചെയ്തത്. ഏകദേശം 60ഓളം ഡോക്യുമെന്ററി ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേറെയും ഗവൺമെന്റിന് വേണ്ടി ചെയ്തിട്ടുള്ള വർക്കുകളാണ്. പക്ഷെ അവിടെ നിന്നും നമ്മളുടേതായ ഒരു ഡോക്യുമെന്ററി ഡയറക്ടർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് ഗവൺമെന്റിന്റെ അവരുടെ പ്രോപ്പഗണ്ട ആയിരിക്കും. അവർക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് വേണം. അപ്പൊ ഒരു നല്ല ഡോക്യുമെന്ററിയുടെ എല്ലാ അംശങ്ങളും അതിൽ നിന്ന് ചോർന്നു പോകും. പക്ഷെ ഈ ഞാൻ ചെയ്ത, എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുള്ള ഡോക്യുമെന്ററികളെല്ലാം തന്നെ എനിക്ക് എൻ്റെ ബ്രദേഴ്സും എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന്, അവര് വേറെ ഒന്നുമില്ല, ആ മാധ്യമം ഡോക്യുമെന്ററി നമ്മളെ എടുക്കുന്ന വിഷയത്തിന്റെ ആത്മാവ് തീരെ നഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അവര് എൻ്റെ പിന്നിൽ കുറച്ച് കാശുമായി നിന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അത് ഒരുപാട് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി മേളയിലേക്ക് എനിക്ക് പോകാൻ പറ്റിയത്. അത് ഞാൻ സത്യത്തിൽ നിന്നും വളരെ സന്തോഷമുണ്ട്. നല്ല കുറെ ഡോക്യുമെന്ററികൾ, ഏതാനും ഡോക്യുമെന്ററിയേ ഉള്ളൂ, ഏകദേശം ഒരു 10 ഡോക്യുമെന്ററി, 55-60 എണ്ണത്തിൽ 10 എണ്ണത്തിനകത്ത് മാത്രമേ ഒരുപാട് അവാർഡുകളും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത്രേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ മറ്റ് ഡോക്യുമെന്ററികളെല്ലാം ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്കിൽ അത് തീരെ മോശമല്ല. അത് ഞാനൊരു ചിലയിടത്തൊക്കെ അപൂർവം ചിലയിടത്ത് വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിലും അതിൻ്റെ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി. നമ്മളൊരു ഗവൺമെന്റ് ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആദ്യം അവർ ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ വേണം, അല്ലെങ്കിൽ എൻ്റെ കൺസേൺ ഹെഡ് ഓഫ് ദി എൻ്റെ ഡയറക്ടർ ഒരു ഇന്റർവ്യൂ വേണം. ഇതൊക്കെ ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കും ഈ ഡോക്യുമെന്ററിയുടെ ആത്മാവ് അങ്ങ് നഷ്ടപ്പെടും. അത് ഡോക്യുമെന്ററിയുടെ ശരീരത്തിന് ചേരാത്ത ചില തൊങ്ങലുകൾ വച്ചുപിടിപ്പിക്കും പോലെ ആയിപ്പോകും. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ അതല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കുറെ നല്ല കുറെ ഡോക്യുമെന്ററി എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. എനർജി മാനേജ്മെന്റിന് വേണ്ടി ചെയ്ത ഡോക്യുമെന്ററികളെല്ലാം അത്തരത്തിലുള്ളായിരുന്നു. അത് ഒരുപാട് ഡൽഹിയിലൊക്കെ പോയി അതിന് വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എങ്കിലും ഒരുപാട് ഡോക്യുമെന്ററി മേക്കേഴ്സിന്റെ ഇടയിൽ ഞാൻ തീരെ കാര്യമായി ഇങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഹലോ ഹലോ. ആ, കേൾക്കാം സർ. ആ കണ്ടിന്യൂ ചെയ്യാം. അതെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ആ, ഒരുപാട് ആ. കാര്യങ്ങള് ഡോക്യുമെന്ററി മേഖലയിൽ ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത് അത് എത്രത്തോളം പ്രേക്ഷകരുടെ അടുത്ത് എത്തി എന്നുള്ളത് എനിക്ക് കാരണം ഇത് ഡോക്യുമെന്ററിക്ക് ഒരു വിപണന സാധ്യത വളരെ കുറവാണ്. അവാർഡുകൾക്ക് അയക്കാമെന്നുള്ള അല്ലാതെ മറ്റ് സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതൊരു പ്രത്യേക മേഖലയാണ്. നമ്മൾ വർക്ക് ചെയ്ത് വെച്ചു, പിന്നെ ഇന്നല്ലാതെ ഇതൊരു ഇന്റർനാഷണൽ ലെവലില് കൊണ്ടെത്തിക്കുക എന്നുള്ളതൊക്കെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ വർക്കുകളൊന്നും പോയിട്ടില്ല. കുറച്ചൊക്കെ പോയിട്ടുള്ളൂ, ബാക്കിയൊന്നും പോയിട്ടില്ല. ആഹ് ഇനിയിപ്പോ പുതിയ വർക്കുകളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ സാർ ഈ മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് സർ? അതായത് ഈ ഡോക്യുമെന്ററി ഇപ്പോ അന്നത്തെ സാറിന്റെ ഒരു കാലത്ത് ഇതൊന്നും പഠിപ്പിക്കാനോ പരിശീലിപ്പിക്കാനോ ഉള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിത്രീകരണ രംഗത്തേക്ക് വരുന്നത്? ഒരു മാധ്യമ പ്രവർത്തകൻ, സാറിന്റെ പേരിന്റെ കൂടെ നാനയുടെ പേരുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ഡോക്യുമെന്ററിയിലേക്ക് വരുന്നത് യാദൃശ്ചികമായിട്ടാണ്. അതൊരു നല്ല രസമുള്ള ഒരു കഥയുമാണ്. അത് ഞാൻ അടൂർ സാറിന്റെ കൂടെ എലിപ്പത്തായം എലിപ്പത്തായത്തിനും സാറിന്റെ കൂടെ എത്തുന്നതിന് മുമ്പ് ഞാൻ 80കളിലൊക്കെ മദ്രാസിൽ പല സംവിധായകരുടെയും ഒപ്പം അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ കഥകളൊക്കെ നമുക്കിപ്പോ ഓർക്കുമ്പോൾ വളരെ വേദനാജനകമാണ്. കാരണം 80കളിലെ ഒരു സിനിമ ഒരു ഒരു സഹായിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മദ്രാസിലെ ഈ മത്സരത്തിനിടയിൽ ഓടിയെത്താൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടുന്ന് വിടുന്നു, മദ്രാസ് വിടുന്നു, തിരുവനന്തപുരത്ത് വരുന്നു. അപ്പോ എനിക്ക് നല്ല സിനിമയാണ്. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വായനയാണ്, എനിക്ക് കൂടുതൽ വായിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ വായനയിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക്. അപ്പം കൂടുതൽ പുസ്തകങ്ങളും പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന സിനിമയെ കുറിച്ച് അറിയാനാണ് അന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ അദൃശ്യമായി അടൂർ സാറ് എലിപ്പത്തായം തുടങ്ങുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെ ഞാൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റായി എലിപ്പത്തായം വർക്ക് ചെയ്തു. എലിപ്പത്തായം വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ എന്നെ വളരെ ഇഷ്ടമുള്ള ഒരു സാറുണ്ട്, RV നായർ എന്നാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു ദിവസം വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, വേണു എന്തായാലും ഒരുപാട് കാലം മദ്രാസിൽ കിടന്ന് സിനിമ പഠിച്ച് വിഷമിച്ച് നടന്നല്ലേ, ഞാനൊരു ഡോക്യുമെന്ററി നിങ്ങൾക്ക് തരാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. പുള്ളി ഗംഗയില് പോയിട്ട്, കാശി പോയിട്ട് ജലസമാധി സ്വീകരിക്കുകയാണ്. അപ്പം പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന 17,000 രൂപ ഈ കാശിയിലേക്ക്, വാരണാസിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഈ RV നായർ സാറിനെ ഏൽപ്പിക്കുകയാണ്. ഇതൊരു നല്ല കർമ്മത്തിന് വേണ്ടി മുടക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. അപ്പോ RV സാറ് പെട്ടെന്ന് ഓർത്തത് എന്നെയാണ്. കാരണം ഞാൻ സാറിനെ കാണുകയും നിരന്തരം സിനിമയെക്കുറിച്ച് ഇങ്ങനെ വാചാലമായി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാറിന് തോന്നിയിട്ടുണ്ട് വേണുവിനെ കൊണ്ടൊരു ഡോക്യുമെന്ററി ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സാറ് എനിക്കൊരു ഡോക്യുമെന്ററി തരികയാണ്. അത് 83-ലോ 84-ലോ ആണ്. ഞാൻ 81-ലാണെന്ന് തോന്നുന്നു എലിപ്പത്തായം വരുന്നത്. അതിനുശേഷം 84 ആയപ്പോ ഞാൻ ആ ഡോക്യുമെന്ററി ചെയ്യുകയാണ്. അതൊരു ചൈൽഡ് ലേബറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാലുവിന്റെ ഒരു ദിവസം, ഒരു അടുക്കള പണിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ദിവസമാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് രാവിലെ എന്താണ് ഈ വെയിലുദിക്കും മുമ്പ് തന്നെ അവൾ ഇരുളിലൂടെ സഞ്ചരിച്ച് വീട്ടിൽ പോകുന്നതും രാത്രി ഇരുള് വീഴുമ്പോൾ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അവളുടെ കുടുംബ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള ഒരു വിഷയമായിരുന്നു മാലുവിന്റെ ഒരു ദിവസം ഡോക്യുമെന്ററി ചെയ്തത്. അപ്പൊ ആ ഡോക്യുമെന്ററി പ്രിവ്യൂ കണ്ട് അന്നത്തെ, ഞാനന്ന് പത്രത്തിലൊന്നും വന്നിട്ടില്ല, തീരെ മാത്രമുള്ള സിനിമയെക്കുറിച്ച് അറിവുകളും വളരെ കുറവായിരുന്നു. അതിലാണ് അന്ന് ചെയ്തത്.
അപ്പൊ അതിനുശേഷം ഞാൻ കൂടുതൽ എൻ്റെ സുഹൃത്തുക്കള് നല്ല ഒരു എഴുത്ത് സംഘമുണ്ടായിരുന്നു. എൻ്റെ പബ്ലിക് ലൈബ്രറിയിലും അതിനുശേഷം വൈകുന്നേരങ്ങളിൽ മ്യൂസിയത്ത് വന്നിരുന്ന് വായിച്ച പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. അവരെല്ലാം ഇപ്പോഴും എൻ്റെ ഒപ്പം. അവര് ഈ ഡോക്യുമെന്ററി കണ്ടതിന് ശേഷം പറഞ്ഞു അതില് ഉടനെ തന്നെ ഒരു ഒരു സുഹൃത്ത് ചന്ദ്രബാബു എന്ന് പറയും, പുള്ളി ഇപ്പൊ റഷ്യയിലാണ്. അദ്ദേഹം അടുത്തൊരു ഡോക്യുമെന്ററി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് സോറി, ഈ തൊട്ടടുത്ത് ചെയ്ത ഡോക്യുമെന്ററി പ്രസാദ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി ജെഎൻയുവിലെ ക്യാമറാമാനായിട്ട് ഇപ്പൊ റിട്ടയർ ചെയ്താണ്. അദ്ദേഹം ഈ വികലാംഗരെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാൻ തയ്യാറായി വന്നു. അതും 35 mm ആണ്. ഞാൻ ഇതിനിടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാനും ഒരു പകുതി വികലാംഗനാണ്. അപ്പം അതിന്റെ ആ വിഷയത്തിലേക്ക് ഞാൻ കയറുന്നു. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഞാൻ അന്വേഷണങ്ങളൊന്നും വേണ്ടി വന്നില്ല. കാരണം അത്രയും ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അതിലേക്ക് കയറുന്നു. ആ ഡോക്യുമെന്ററിയും 35 mm ഷൂട്ട് ചെയ്തത്. അതിന്റെ ഒരു നല്ല വർക്കായിട്ട് അന്നത് എല്ലാവരും വിലയിരുത്തി. അതിനുശേഷം അതേപോലെ തൊട്ടടുത്ത് നിന്നൊരു സുഹൃത്താണ് ചന്ദ്രബാബു. അദ്ദേഹം റഷ്യയിലാണ്. അദ്ദേഹം സന്യാസി ജീവിതമൊക്കെ ഇപ്പൊ സ്വീകരിച്ച് ലോകത്തിന്റെ പല രാജ്യങ്ങളും സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഒരു മാൽന്യൂട്രീഷൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു പോഷകാഹാരക്കുറവിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഒരു 5 സുഹൃത്തുക്കൾ അപ്പം തന്നെ പല പല ഡോക്യുമെന്ററികളുമായി എല്ലാം 35 mm ചെയ്തിട്ടുള്ള വർക്കുകളാണ്. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് അറിയില്ല. എൻ്റെ ഈ ചെയ്ത ഡോക്യുമെന്ററികളെല്ലാം തന്നെ അന്ന് പിയാടിയെ കൊണ്ട് എനിക്ക് എടുപ്പിക്കാൻ കഴിയും. അതിന്റെ മുതൽ മുടക്ക് അക്കാലത്ത് തന്നെ എനിക്കത് തിരിച്ചു ഇവർക്കെല്ലാം കൊടുക്കാൻ കഴിയും. അങ്ങനെ ഞാൻ ഏകദേശം 5 ഡോക്യുമെന്ററിയോളം, പോലീസ് ആൻഡ് പബ്ലിക് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ എത്തുന്ന സമയത്താണ് ഞാൻ പത്രപ്രവർത്തകനായിട്ട്, അത് ഞാൻ അത്രയും ഡോക്യുമെന്ററികളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു ഫീച്ചർ ഫിലിമിലേക്ക് എന്തുകൊണ്ട് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഈ നാനാ ഫിലിം വീക്കിലിക്കാരാണ് ഒരുപാട് സിനിമ ചെയ്യുന്ന കാലമായിരുന്നു. അവരെ ഞാൻ ചെയ്ത ഡോക്യുമെന്ററിയുടെ ആൽബവും, അപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ കലാകൗമുദി തുടങ്ങിയുള്ള കഥ തുടങ്ങിയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ നിറയെ എഴുതുമായിരുന്നു, ചെറുകഥകൾ എഴുതുമായിരുന്നു. അപ്പൊ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് പേപ്പർ കട്ടിങ്സും എല്ലാമായിട്ട് ഞാൻ ഈ ആൽബവുമായിട്ട് കൊല്ലത്ത് വിമല രാജാകൃഷ്ണൻ മാർത്തിനെ പോയി കാണുകയാണ്. എനിക്കൊരു സിനിമ തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്പോഴത്തേക്ക് അവർ അഞ്ചോളം ബാലചന്ദ്രമേനോൻ, രവിഗുപ്തൻ, അങ്ങനെ AT അബു, അങ്ങനെ തുടങ്ങിയുള്ളവരൊക്കെ വെച്ച് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള. അപ്പൊ ഞാൻ അവരോട് സിനിമ തരൂ എന്ന് പറഞ്ഞ് ചെല്ലുന്നു. പക്ഷെ അവര് എൻ്റെ ആൽബം കണ്ടിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പൊ സിനിമ തരാൻ, ഞങ്ങൾ ഏകദേശം സിനിമ സ്റ്റോപ്പ് ചെയ്ത പോലെയാണ്. പക്ഷെ നിങ്ങളെ എഴുത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമ എഴുതാൻ പറ്റും, അതുകൊണ്ട് ഞങ്ങൾ മദ്രാസ് ലേഖനായിട്ട് നിങ്ങൾ പോകും. അവിടെ ബാലചന്ദ്ര മേനോൻ നാന വിട്ടതിന് ശേഷം മദ്രാസിൽ ഒരു ലേഖന്മാരില്ല. അപ്പോ വീട്ടിൽ ചിലപ്പോ മദ്രാസില് സിനിമാ ലോകവുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടും പഴയ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ടും നിങ്ങൾക്ക് അവിടെ പോയാൽ എന്തെങ്കിലും ആവാൻ കഴിയുമെന്ന് പറഞ്ഞ് എന്നെ അയക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം കൂടെയാണ്, അതിലാണ് ഞാൻ സത്യത്തിൽ പോകാൻ ഞാൻ തീരുമാനിച്ചത്. കാരണം മദ്രാസ് എനിക്ക് തരുന്നത് ഒരുപാട് പിന്നെ എന്താണ് ദാരിദ്ര്യവും വേദനയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമങ്ങളിലെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ഉപേക്ഷിച്ച് മദ്രാസ് എന്നൊരു വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിവിടെ വരുന്നത്. അപ്പൊ അവര് പറഞ്ഞത്, മദ്രാസിൽ പോയി നാനയുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, അതുവഴി പ്രൊഡ്യൂസറെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു സിനിമ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാണ് ഞാൻ ആ ഒരു വാക്കിലാണ് ഞാൻ വീണ്ടും മദ്രാസിലേക്ക് പോകുന്നു. മദ്രാസില് ചെല്ലുന്നു. അപ്പോൾ മദ്രാസിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഒപ്പം വളരെ സീനിയറായ ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടിയാണ് അയക്കുന്നത്.
പക്ഷെ കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് നസീർ സാറിന്റെ വീട്ടിലേക്കാണ്. പക്ഷെ നസീർ സാറിന്റെ ഗേറ്റ് തുറന്ന് കയറും മുമ്പേ സാറ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഹായ് വേണു എന്നാണ് ചോദിച്ചത്. കാരണം ഞാൻ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് എല്ലാവരും എന്നെ അറിയും. അപ്പോ അങ്ങനെ ഞാൻ മദ്രാസ് ഒരുപാട് ഏകദേശം ഒരു 2 കൊല്ലത്തോളം ഞാൻ മദ്രാസിൽ നാനയുടെ ലേഖകനായിട്ട് പ്രവർത്തിക്കുന്നു. ആ കാലത്ത് തന്നെ എനിക്കൊരു പ്രൊഡ്യൂസറെയും എനിക്ക് കിട്ടിയിരുന്നു. ഈ ആദ്യം പറഞ്ഞ വാക്കുകളായിരുന്നില്ല പത്ര മുതലാളിമാർ സ്വീകരിച്ചത്. അവര് എന്നോട് പറഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാനയിൽ റിസൈൻ ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എനിക്ക് അന്ന് ഏക വരുമാന മാർഗം ഈ നാനയിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ ശമ്പളമാണ്. അപ്പൊ അത് വിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ, അത് അന്ന് ഏറ്റവും നല്ല പ്രൊഡ്യൂസറാണ്, നല്ല പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹം. പറഞ്ഞു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴും പിന്നീട് ആദ്യം കാണിച്ച ആ താല്പര്യം ആ പ്രൊഡ്യൂസർ പിന്നെ കാണിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നി അത് നാനയിൽ നിന്നുള്ളൊരു പ്രഷർ കാരണം അദ്ദേഹം പിന്നിൽ വലിഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പൊ പിന്നെ ഞാൻ അതൊന്ന് വിട്ടു. എനിക്ക് സിനിമ എന്നുള്ള ഒരു മോഹം ഞാൻ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു. പിന്നെ ദീർഘകാലം ഞാൻ നാനയിൽ നിന്ന് അങ്ങനെ ഞാൻ നാന വേണുവായി. പക്ഷെ ഞാനവിടെ കഴിഞ്ഞ 11 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് സന്തോഷം തരുന്നത്, ഞാൻ സിനിമ ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരുപാട് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതായത് ഒരുപാട് സംവിധായകർ പുതിയ പ്രോജക്റ്റുകൾ ഞാൻ വഴി ചെയ്തിട്ടുണ്ട്. എനിക്ക് നടന്മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന നടന്മാരെയൊന്നും പേര് പറയുന്നില്ല, നല്ല കുറെ നടന്മാരെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാലം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ട് അല്ലാതെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് ഞാൻ ഒപ്പം പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുറെ സിനിമകൾ എൻ്റെ പിന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും പഴയ കുട്ടിയായാലും മോഹൻലാലായാലും സുരേഷ് ഗോപി ആയാലും ജയറാമായാലും അങ്ങനെയുള്ള ദിലീപായാലും അങ്ങനെയുള്ള അവർക്കെല്ലാം ഞാൻ എൻ്റെ സേവനങ്ങൾ അവർ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തു പറ്റിയെന്ന് വെച്ചാൽ, ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം കുറേ മാത്രമല്ല, എനിക്ക് പിന്നെ അതിനുള്ള ആലോചനയ്ക്കുള്ള സമയം പോലും കിട്ടാതെ. കാരണം ഒരു സാറ് നാനയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? 11 വർഷം എന്ന് പറഞ്ഞാൽ ഏത് വർഷം തൊട്ടാണ്? ഏകദേശം 84 മുതൽ കയറി ഇരിക്കണം, ഓർക്കുന്നില്ല. 84 ഡോക്യുമെന്ററിയുടെ കാലത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഡോക്യുമെന്ററി ചെയ്തതിനു ശേഷം ഒരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവിടെ പോകുന്നത്. ഒരു 12 കൊല്ലത്തോളം ഞാൻ ഫുൾ ടൈം ജോലിയായിരുന്നു. ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക്, അവിടുന്ന് വേറൊരു സെറ്റിലേക്ക് അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അന്ന് ഞാൻ തന്നെയായിരുന്നു കൂടുതലും ഈ സിനിമ ലൊക്കേഷനിൽ പോകുന്നതും തയ്യാറാക്കുന്നതെല്ലാം ഞാൻ തന്നെയായിരുന്നു. അന്ന് പല്ലിശ്ശേരി ഉണ്ടായിരുന്നു. ആ സമയത്ത് പല്ലിശ്ശേരി വിട്ടുപോവുകയും പിന്നെ പൂർണ്ണമായും ഞാനായിരുന്നു അത് ചെയ്യാനില്ല. എല്ലാ പങ്ക്തികളും എല്ലാ ലൊക്കേഷനിലും കവർ ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ഫീച്ചർ ഫിലിം എന്നൊരു സംഭവത്തിലേക്ക് എനിക്ക് അപ്പോഴും പോകാൻ പറ്റില്ല. അപ്പോഴും ഈ പിന്നിലെ എനിക്ക് ആ ഒരു പിന്നെ ഇത് കിടപ്പുണ്ട്. ഞാൻ ഫീച്ചർ ഫിലിമിലേക്ക് വീണ്ടും ആരെങ്കിലും ശ്രമിച്ച് ഇറങ്ങിയാൽ എന്റെ പണി പോകുമല്ലോ. ഇതിനിടയിൽ ഞാൻ വിവാഹം കഴിഞ്ഞു. അപ്പൊ കൂടുതൽ പ്രശ്നങ്ങളായി. എനിക്ക് ഒരു പരീക്ഷണത്തിന് തയ്യാറാവാൻ കഴിയാത്ത വിധം ഞാനത് ബ്ലോക്കിൽ പെട്ടുപോയി. അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോ ഈ സിനിമ എന്നുള്ളത് ഉപേക്ഷിക്കുക, സെറ്റിൽ പോവുക. എന്നെ എത്രയും പേര് അംഗീകരിക്കുന്നുണ്ട്, മമ്മൂട്ടിയായാലും മോഹൻലാലും എനിക്ക് തരുന്നത്. പക്ഷെ അത് ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, അത് വേണുകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടേതല്ല, അത് നാന എന്ന പ്രസിദ്ധി ബലമായി. നാനയുടെ പിറകിലും ഈ പറഞ്ഞ ഒരു ബഹുമാനവും ആദരവും കിട്ടുമായിരുന്നു. അവർക്ക് വേണ്ട അവരാരായാലും സർവായി ആര് ചെന്നാലും നാന എന്ന അന്ന് നാന മാത്രമേ ഉള്ളൂ. നാനയുടെ കുത്തകയാണ്. നാനയ്ക്ക് ഒരു കവർ പേജ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായിരുന്നു. അപ്പം
അതുകൊണ്ട് എനിക്ക് വലിയ ആദരവ് കിട്ടിയിരുന്നു. ആ ആദരവിന്റെ പുറത്ത് ഞാന് സിനിമ എന്റെ മനസ്സിൽ ഒരുപാട് കഥകളുണ്ടായിരുന്നു. പക്ഷേ സിനിമ സംവിധാനം ചെയ്യണമെന്നാലും ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ആണ് ഞാൻ 2001 ഞാൻ പിന്നും സജീവമായി ഡോക്യുമെന്ററിയിലേക്ക് വരും. 2001 എന്താ അതും ഫിലിമിൽ തന്നെയാണ് ചെയ്തത്. അത് ജീവനകലയുടെ പുള്ളുവ ഗീതം എന്ന് പറയുന്ന ഒരു പുള്ളുവന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി. അവരുടെ സംഗീതം, അവരുടെ സംഗീത ഉപകരണങ്ങൾ, ജീവിതം, പാട്ടിന്റെ ചരിത്രം, ഇത് സമ്പൂർണമാണ്. പുള്ളുവ ഗീതത്തെ കുറിച്ചോ പുള്ളുവന്മാരെ കുറിച്ചോ സമ്പൂർണമായ ആരും തന്നെ കേൾക്കാത്ത നിരവധി പാട്ടുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് അതിനകത്ത് തൊട്ടിട്ടുണ്ടായിരുന്നു. അത് 2002 സ്റ്റേറ്റ് അവാർഡ്, ഫിലിമിന്റെ സ്റ്റേറ്റ് അവാർഡായിരുന്നു. എനിക്ക് ആദ്യം കിട്ടുന്ന സ്റ്റേറ്റ് അവാർഡ് അതായിരുന്നു, ജീവനകലയുടെ പുള്ളുവ ഗീതം എന്ന് പറയും. ഈ ജീവനകലയുടെ പുള്ളുവ ഗീതം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലും ഏറ്റവും വലിയ ടെൻഷൻ പിടിച്ചായിരുന്നു. അത് മാവേലിക്കര ഭാഗങ്ങളിലുള്ള പല കാവുകളിലും. അപ്പൊ ഞാൻ നാനയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് നാനയിൽ അറിയിക്കാതെയാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ വിളി വരാം, ഇങ്ങനെ കോഴിക്കോട് മറ്റേ സെറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ എറണാകുളത്ത് ഈ സെറ്റിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ മൊത്തം എം ജെ രാധാകൃഷ്ണൻ അന്ന് ക്യാമറ ചെയ്യുന്നത്. അപ്പം അതൊരു ഞാനിങ്ങനെ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വിളി വരരുതേ എന്ന് പറഞ്ഞ് ഒരു സ്വസ്ഥമായ മനസ്സല്ലായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റ് പക്കയുണ്ടായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാനത് ഷൂട്ട് ചെയ്ത് 4 ദിവസം മാവേലിക്കര പല പല ചെയ്തു. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വിളി വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിളി വന്നില്ല, ഷൂട്ട് ചെയ്തു. അതിന് ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള 2002 ഏറ്റവും ഡോക്യുമെന്ററികൾ കൂടുതലുള്ള ഒരു കാലവും കൂടെ ആയിരുന്നു അന്ന്. ഏറ്റവും നല്ല നല്ല ഡോക്യുമെന്ററികളും ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ എനിക്കത് ആ ഡോക്യുമെന്ററിക്ക് എനിക്ക് KG ജോർജ് ആയിരുന്നു ഇന്നത്തെ, അദ്ദേഹം ആയിരുന്നു ചെയർമാൻ. അദ്ദേഹം ആ ഡോക്യുമെന്ററിക്ക് നല്ല അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം തുടർച്ചയായി ഞാൻ ഡോക്യുമെന്ററിയിലേക്ക് വരികയും അവിടുന്ന് എനിക്ക് രണ്ടാമത് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് ഈ നടത്തത്തെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ നടത്തം, ജീവന്റെ അഗ്നി എന്നാണ് എൻ്റെ പേര്. അത് ചെയ്തു, അതിനൊരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കനൽ ജീവിതം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി എന്ന് പറയാൻ, ഒരു ചേർത്തല ഭാഗത്ത് ഉള്ള ഒരു അമ്പലത്തിലെ കതിന പൊട്ടിക്കുന്ന 80 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ കഥയായിരുന്നു. അവര് നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു ലേഡിയാണ്, കുനിഞ്ഞു നടക്കുന്ന. അതൊരു പേപ്പർ കട്ടിങ്ങിൽ ഞാൻ വായിച്ചതാണ്. മനോരമയിലെ ഓണം പേപ്പർ കട്ടിങ് കണ്ടിട്ട് പേപ്പറിൽ വാർത്ത വന്നിട്ട് ഞാൻ അത് വായിച്ചു പോയി. ആ ഡോക്യുമെന്ററി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അത് നല്ല വർക്കായിരുന്നു. അങ്ങനെ ആ ഡോക്യുമെന്ററിക്കും അവാർഡ് കിട്ടി. പിന്നെ ഞാൻ അഗ്രഹാരങ്ങളുടെ വിലാപം, അഗ്രഹാരങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി, അങ്ങനെ നിരവധി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമൃത ചാനല് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ശ്യാമപ്രസാദ് അമൃത ചാനലിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ, ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആവുന്നു. അമൃതയിൽ വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രോഗ്രാം, അവിടെയും ഞാൻ ഏകദേശം 11 കൊല്ലത്തോളം, ഞാനെ വിട്ട് ഇവിടെ വരുമ്പോൾ 11 കൊല്ലത്തോളം അവിടെയും എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. നക്ഷത്രങ്ങളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഒരു ഭാഗത്ത് പറയാം. നമ്മൾ ഇപ്പോ അജിത് സാർ ഒന്ന് സംസാരിക്കാം ആദ്യം. അതിനുശേഷം തിരിച്ച് സാറിലേക്ക് വരാം. അപ്പൊ സാറിന്റെ ഇതിന്റെ ഡോക്യുമെന്ററി മേക്കിങ്ങിനെ പറ്റിയിട്ടും മറ്റേ ഇതിലെല്ലാം പരമ്പരകളെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാം. അവിടെ ഇങ്ങോട്ട് ചോദ്യം വരാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതെ, അത് കുഴപ്പമില്ല. ചോദ്യങ്ങൾ സാറ് പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ചോദിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സാറിനെ വിളിക്കാം. സാറിന്റെ മൈക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. നമ്മളുടെ അതിഥി ശ്രീ VR അജിത് കുമാർ സാറിലേക്ക് പോവാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, നോവലിസ്റ്റ് ആണ്. ബാലസാഹിത്യത്തിലും കൈവച്ചിട്ടുണ്ട്. ഒരു നല്ല ജീവചരിത്രകാരനാണ്, കഥാകൃത്താണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്.
അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞ് ഡോക്ടർ ലീല ഓംചേരിയെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. മറ്റ് 60ഓളം ഡോക്യുമെന്ററികൾക്ക് ഡോക്യുമെന്ററി, ടെലിഫിലിം അങ്ങനെയുള്ള ഇതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് വിരമിച്ച വ്യക്തിയാണ്. കേരള പ്രസ് അക്കാദമിയിൽ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ഞാൻ പറയട്ടെ. ഇന്ന് ഈ പരിപാടിയുടെ മുഖ്യ മോഡറേറ്റർ ശ്രീ ഡി പ്രദീപ് കുമാർ സർ ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഞാൻ തിരിച്ച് അജിത് സാറിലേക്ക് വരികയാണ്. അദ്ദേഹം ഡൽഹിയിൽ കേരള ഹൗസിൽ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ വിക്ടേഴ്സ് ചാനലിന്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള പ്രസ് അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു. അക്ഷയ പ്രോജക്റ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. മലയാളം മിഷന്റെ രജിസ്ട്രാർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൃഷി ജാഗരൺ, അഗ്രികൾച്ചർ വേൾഡ് ഈ പ്രസിദ്ധീകരണങ്ങളിലെ പത്രാധിപരായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 50ലധികം ഡോക്യുമെന്ററീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്ററീസ്, ടെലിഫിലിം ഇതിന് തിരക്കഥ നിർവഹിച്ചിട്ടുണ്ട്. പത്മശ്രീ ഡോക്ടർ ലീല ഓംചേരിയെ പറ്റിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി അദ്ദേഹം സംവിധാനം ചെയ്തത് സംഗീതമേ ജീവിതം എന്ന ഡോക്യുമെന്ററിയാണ്. അതിന്റെ ഡോക്യുമെന്ററിയുടെ സ്ക്രിപ്റ്റും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് സ്ക്രീം ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഒന്നാണ്. ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയിപ്പിച്ച സെല്ലുലാർ ജയിൽ, പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിനെ പറ്റിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് ആ ഡോക്യുമെന്ററി. അത് ബെസ്റ്റ് ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന അവാർഡ് നേടി. 2011 അവാർഡ് നേടി. അതുപോലെ ലഡാക്ക്, അൽ ജസീറ, ദോഹ ഫിലിം ഫെസ്റ്റിവലിലെല്ലാം അത് അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത് അതിന്റെ സ്ക്രിപ്റ്റാണ് ചെയ്തത്. അതിന്റെ അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രിപ്റ്റ് ചെയ്തത് ഡൊമിനിക് ജെ കാട്ടൂർ എന്ന വ്യക്തിയാണ്. ഗതകാല സ്മരണകളുടെ അടയാളം എന്ന് പറയുന്ന ഡോക്യുമെന്ററിക്ക് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഡോക്യുമെന്ററീസ് ആണ് പറയുന്നത്. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നൂറനാട് രാമചന്ദ്രൻ, അദ്ദേഹം ഈ ദൃശ്യസാക്ഷ്യം വേദിയിൽ മുൻപ് അതിഥിയായിട്ട് എത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി അത് മാൾട്ടയിലെ ആർക്കൈവ് സെമിനാറിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മാൾട്ടയിൽ നടന്ന സെമിനാറിൽ. അതുപോലെ ഇത്തിരിവെട്ടം എന്ന് പറയുന്ന ടെലിഫിലിം കൈരളി TV അത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ 1000ഓളം സ്കൂളുകളിൽ പ്രദർശിപ്പിച്ച ഒന്നാണ് ഇത്തിരിവെട്ടം എന്ന് പറയുന്നത്. ഇത്തിരിവെട്ടം അതൊരു ടെലിഫിലിം ആയിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1000ഓളം സ്കൂളുകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടു. വലിയ കാര്യമാണത്. ശ്രീ സന്തോഷ് PD ആണ് അതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സ്ക്രീം ഓഫ് സൈലൻസും ഇത്തിരിവെട്ടവും സംവിധാനം ചെയ്തിട്ടുള്ളത് സന്തോഷ് PD തന്നെയാണ്. ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 20ഓളം ഡോക്യുമെന്ററികൾക്ക് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. കേരള ചരിത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണത്. രാജ രവിവർമ്മ, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, അതുപോലെ വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, കുഞ്ഞാലി മരക്കാർ, പാലിയത്തച്ഛൻ, ഇങ്ങനെയുള്ള വ്യക്തികളെ പറ്റിയിട്ടും സംഭവങ്ങളെ പറ്റിയിട്ടും ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററീസ് ആണ്. ഇതെല്ലാം സംവിധാനം ചെയ്തത് ശ്രീ നൂറനാട് രാമചന്ദ്രൻ സാറാണ്. ഇത് കൂടാതെ മർമ്മശാസ്ത്രം, പേ വിഷത്തിനെതിരെയുള്ള റാബീസ് വാക്സിൻ, അതുപോലെ ഒരു ഷോർട്ട് ഫിലിം മർഡർ, അങ്ങനെ നിരവധി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വർക്കുകൾ വേറെയുണ്ട്. മർമ്മശാസ്ത്രത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹമാണ് എഴുതിയത്. റാബീസ് എന്നുള്ളത് ഒരു ഫിക്ഷൻ ആയിരുന്നു. പിന്നെ റാബീസ് വാക്സിനെ പറ്റിയിട്ടുള്ളത്. അതുപോലെ ട്രൈബൽ ഹീലർ ലക്ഷ്മി, അതായത് പത്മശ്രീ അവാർഡ് നേടിയിട്ടുള്ള കാടറിവിന്റെ അമ്മ എന്ന പേരിൽ അവരെ പറ്റിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. IMGക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്
ഗവൺമെന്റിന് വേണ്ടിയിട്ട് കർമ്മണ്യെ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധി ഡോക്യുമെന്ററികൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ VR അജിത് കുമാർ. നമസ്കാരം ഹേമ, വേണു, നമസ്കാരം സർ. ബൈന്ദ, സുരേഷ്, മീന, എല്ലാവർക്കും എൻ്റെ സന്തോഷം പങ്കുവെക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഹേമ വളരെ വിശദമായിട്ട് ഞാൻ ചെയ്ത വർക്കുകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ വേണുവും ഞാനും തമ്മിൽ വിക്ടേഴ്സിലൊരു ബന്ധമുണ്ടായിരുന്നു. വിക്ടേഴ്സ് ചാനല് വേണുവിൻ്റെ ഡോക്യുമെന്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി വേണു വർക്ക് ചെയ്തിട്ടുണ്ട്. വേണുവിൻ്റെ ഡോക്യുമെന്റുകളെല്ലാം വളരെ മികച്ച ഡോക്യുമെന്റുകളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം. താങ്ക് യു സർ. ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് ഞാനിപ്പോൾ വരുമ്പോഴേ ഞാൻ ക്ലബ് ഹൗസിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത് ശ്രീമതി ഹേമ മേനോനാണ്. സന്തോഷം. ഡി പ്രദീപ് കുമാർ സാർ ഉണ്ട് സർ. സാറാണ് ഇതിന്റെ സംഘാടകൻ യഥാർത്ഥത്തിൽ. പക്ഷെ പ്രദീപ് ഇന്നിപ്പോ വന്നിട്ടില്ലല്ലോ, എന്തോ ബിസിയാണെന്ന് പറഞ്ഞു. ആദ്യം ഞാന് സംവിധാനം ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞാല് ഞാനൊരു എഴുത്തുകാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സംവിധാനം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡോക്യുമെന്ററി സംവിധാനം ചെയ്യാൻ ഒരു അവസരം കൊടുത്തു ഒരു സമയത്ത്. ആ സമയം ഞാൻ സംഗീതമേ ജീവിതം എന്ന ഡോക്ടർ ലീല ഓംചേരിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്തത്. ഡോക്ടർ ലീല ഓംചേരി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരമ്മയാണ്. ന്യൂഡൽഹിയിൽ ഞാൻ വർക്ക് ചെയ്ത കാര്യം ഹേമ പറയുകയുണ്ടായി. അപ്പം ന്യൂഡൽഹിയിൽ വെച്ച് ഉള്ള ഒരു വലിയ ബന്ധമാണ്. അങ്ങനെയാണ് സംഗീതമേ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ പൊതുവെ ഒരു വ്യക്തിയെക്കുറിച്ച് ഉള്ള ഡോക്യുമെന്ററി ചെയ്യുന്നത് ആ വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് അവർ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചേർത്ത് വെക്കും. ഇങ്ങനെയാണ് ഡോക്യുമെന്ററികൾ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് സംഗീതമേ ജീവിതം ചെയ്തത്. ഇതിനകത്ത് ഡൽഹിയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്, പിന്നെ വളരെ പ്രമുഖയായ ഒരു നൃത്ത വിദഗ്ധ, ഈ രണ്ട് വ്യക്തികളുടെ ഷോർട്ട് ഇന്റർവ്യൂ മാത്രം വെച്ചിട്ട് മുഴുവൻ സമയം സംഗീതത്തെക്കുറിച്ച് പറയുകയും പാട്ട് പാടുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഡോക്യുമെന്ററി എടുത്തത്. ഇത് അന്ന് ഡിപ്പാർട്ട്മെന്റിൽ വലിയ അപ്രീസിയേഷൻ കിട്ടിയ സംഗതിയാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ ഡോക്യുമെന്ററിയുടെ സംവിധാനം ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, സംവിധാനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ധ്യാനമാണ്. എന്നെക്കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെലവഴിച്ച ദിവസങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം വരെ. കാരണം ഒരുപാട് ഷൂട്ട് ചെയ്തിരുന്നു. ഇതിനെ 26 മിനിറ്റിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് എത്രയോ ദിവസം രാവും പകലും അതിൻ്റെ പിന്നിൽ ഇരുന്ന് പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോഴാണ് സംവിധാനം എന്ന് പറയുന്ന ജോലിയുടെ ഇമ്പോർട്ടൻസ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത്. മറ്റേത് നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അത് അവരുടെ കയ്യിൽ കൊടുക്കുന്നു, ബാക്കിയെല്ലാം അതിനകത്തുള്ള മ്യൂസിക്, എഡിറ്റിങ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഇത്ര മനോഹരമായി ഒരു ക്രാഫ്റ്റ് ചെയ്ത് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വേണുവിനെ പോലുള്ളവർക്ക് പറ്റുമായിരിക്കും. എനിക്ക് അതത്ര പറ്റുന്ന കാര്യമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഒരു ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സ്ക്രിപ്റ്റ് എനിക്ക് നന്നായിട്ട് വഴങ്ങുന്ന കാര്യമാണ്. സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പം ഒരൊറ്റ ഇരിപ്പിന് തന്നെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഡോക്യുമെന്ററി ജീവിതത്തിലെ സംവിധാനം എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്ക്രീം ഓഫ് സൈലൻസ് ആണ്.
അത് വളരെ യാദൃച്ഛികമായി ഉണ്ടായ സംഭവമാണ്. എൻ്റെ സുഹൃത്ത് ആർട്ടിസ്റ്റ് ശ്രീപ്രകാശ്, അദ്ദേഹം ആൻഡമാനിലെ ഉദ്യോഗസ്ഥനാണ്. എന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ പോയില്ല. ഒടുവിൽ എനിക്ക് ടിക്കറ്റും ഒക്കെ അയച്ചു തന്നിട്ട് ഞാൻ നിർബന്ധമായും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അവിടെ ചെന്ന് യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് സെല്ലുലാർ ജയിലിൻ്റെ ഒരു ഭീകരതയും ഒക്കെ മനസ്സിലാക്കുന്നത്. അത് നമ്മളെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു സംഭവമാണ്. അതിങ്ങനെ മനസ്സിൽ വല്ലാണ്ട് കിടന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള സെല്ലുലാർ ജയിലിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ പല ഭാഷകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള ഒരു തോന്നലോടുകൂടി ആലോചിച്ച് ആർട്ടിസ്റ്റായ എൻ്റെ സുഹൃത്തിനെ അതിനകത്ത് പ്രധാന കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം സെല്ലുലാർ ജയിലിലൂടെ യാത്ര ചെയ്യുകയും സെല്ലുലാർ ജയിലിലിരുന്ന് പെയിന്റിങ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആ ഡോക്യുമെൻ്ററി ചെയ്തത്. അത് വളരെ മനോഹരമായ രീതിയിൽ അത് ചെയ്യാൻ പറ്റി. വലിയ അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ്. അതുപോലെ തന്നെയാണ് കാടറിവിൻ്റെ അമ്മ. കാടറിവിൻ്റെ അമ്മയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് പി ഡി. ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സന്തോഷ് പി ഡിയാണ്. ഞങ്ങൾ രണ്ടും ചേർന്ന് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാടറിവിൻ്റെ അമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാട്ടിൽ ഈ പറയുന്ന ലക്ഷ്മിക്കുട്ടി അവരുടെ വീട്ടിൽ പോയി ഒരു 3-4 ദിവസം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവർ പറയുന്നതൊക്കെ കേട്ട് അതിനെയൊക്കെ കുറിച്ചെടുത്ത് അതെല്ലാം വെച്ചിട്ടാണ് കാടറിവിൻ്റെ അമ്മ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ചെയ്തത്. വളരെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. അവർ വളരെ വളരെ ഇന്നസെൻ്റായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നതും ആ ഒരു പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതവും ഒക്കെ ചേർത്ത് വെച്ച് അവർ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. ആ മരുന്നുണ്ടാക്കുന്ന രീതികളും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി. എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ വിക്ടേഴ്സ് ചാനൽ വഴി കുട്ടികൾ പലവട്ടം ഈ ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ടാവും. മറ്റൊരു വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്തത്. ഈ ഗതകാല സ്മൃതികളുടെ അടയാളം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിക്കകത്ത് നമ്മുടെ മഹാനടൻ തിലകൻ സാറ് വരെ പങ്കെടുത്തിട്ടുണ്ട്. അതും ശരിക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഈ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു 15ഓളം ദിവസം ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്ന് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ വളരെ ശ്രമപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. പക്ഷെ ആ വർക്കിന് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട്. അത് നൂർനാട് രാമേന്ദ്രൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യത്തിൽ ഈ ഗതകാല സ്മൃതികളുടെ അടയാളമൊക്കെ എല്ലാ സ്കൂളുകളിലും കാണിക്കണം. നമ്മുടെ കുട്ടികൾ എന്താണ് ആർക്കൈവ്, എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ മെറ്റീരിയൽ സൂക്ഷിച്ചു വെക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് മനസ്സിലാക്കേണ്ട രീതി എന്താണ്, ഇതൊക്കെ കുട്ടികളുടെ അടുത്ത് എത്തേണ്ടതാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. വേറൊന്ന് ഈ ഇത്തിരിവട്ടം എന്ന് പറയുന്ന ഒരു ടെലിഫിലിമാണ്. ആ ടെലിഫിലിം ഈ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കാൻ കാരണം അതിനകത്തൊരു വലിയ സന്ദേശം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്ന ഒരു കുട്ടി, അവൻ എത്തിപ്പെടുന്ന ഓരോ മോശപ്പെട്ട മേഖലകൾ, അവൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവൻ തിരിച്ചെത്തുന്നതായിട്ടാണ് ആ ഇത്തിരിവട്ടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടെലിഫിലിം കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായാലും അവൻ വീട്ടിൽ നിന്ന് പോകാൻ നോക്കൂല. കാരണം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എത്തിപ്പെടുന്ന ഇരുണ്ട ലോകത്തെക്കുറിച്ച് വളരെ കൃത്യമായി ബോധ്യം നൽകുന്ന ഒരു ടെലിഫിലിമായിരുന്നു ഇത്തിരിവട്ടം. പിന്നീട് നമ്മുടെ ചരിത്രത്തെ പറ്റിയുള്ള ഡോക്യുമെൻ്ററികളാണ് ഞാൻ ചെയ്തത്. നമ്മുടെ കേരള ചരിത്രത്തെ നന്നായി വിലയിരുത്തി 15 മിനിറ്റ് വീതമുള്ള കുഞ്ഞു കുഞ്ഞ് ഡോക്യുമെൻ്ററികളായിട്ടാണ് രാജാ രവിവർമ്മ, വീരത്തമ്പി ദളവ തുടങ്ങിയിട്ടുള്ള വളരെ വളരെ പ്രശസ്തരായ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റത്തിന് കാരണമായി തീർന്ന ഗുരുവായൂർ സത്യാഗ്രഹം പോലെയുള്ള സംഗതികളും ഒക്കെ ചേർത്തുകൊണ്ട് കുറേ ഡോക്യുമെൻ്ററികൾ ചെയ്തു. ഇതെല്ലാം വിക്ടേഴ്സ് ചാനലിൽ കൂടെ കാണിക്കുന്നുണ്ട്. വിക്ടേഴ്സ് ചാനലിൽ നിരന്തരം ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ലൈഫും. കാരണം നമ്മൾ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ
ഒരു ഡോക്യുമെന്ററി ചെയ്താൽ അത് 1-2 വട്ടം ദൂരദർശനിൽ കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്ത് ആരും കാണാൻ സാധ്യതയില്ല. അതാണ് അതിൻ്റെ ഒരു ദുരന്തം. കാരണം അത് സർക്കാർ സംവിധാനമായതുകൊണ്ട് ചെയ്തു വെക്കുന്നതോടുകൂടി അതിൻ്റെ ജോലി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം യൂട്യൂബിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും പ്രപ്പോസലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാം വിതരകരണങ്ങളിൽ പോകുന്ന സംഗതിയായി മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഇത്രയും നല്ല നല്ല പണം മുടക്കി ഇത്രമാത്രം ഡോക്യുമെന്ററികൾ ചെയ്തിട്ട് അതെല്ലാം ഇങ്ങനെ ഒരിടത്ത് പൊട്ടിക്കെട്ടി വെക്കുന്ന ഒരു ദുരന്തം ശരിക്കും മാറേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ ക്ലബ് ഹൗസിലൊക്കെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലേ അവർക്ക് എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത്, എന്തായിരുന്നു നേരത്തെ നടന്നിരുന്നത് എന്നൊക്കെ ബോധ്യപ്പെടാൻ പറ്റുള്ളൂ. അപ്പം വിക്ടേഴ്സ് ചാനൽ, അതല്ലെങ്കിൽ വിക്ടേഴ്സ് ചാനലിന് കൊടുത്താലും മതി. കാരണം അത് തീർച്ചയായിട്ടും അതുവഴി കുട്ടികളെങ്കിലും അത് കാണും. വിക്ടേഴ്സ് ചാനൽ അതുകൊണ്ടൊരു വലിയ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊരു വലിയ ഒരു കർമ്മമാണ് നിർവഹിക്കുന്നതെന്ന് പറയാം. ഈ മർമ്മചികിത്സയെ പറ്റി ഉള്ള ഡോക്യുമെന്ററി ഒക്കെ നൂർനാട് രാമചന്ദ്രന് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ശരിക്കും അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിച്ച് അത് നോക്കി അതിൽ നിന്ന് ഒരു സംഗതി അതിന്റെ ഡോക്യുമെന്ററിയുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെയാണ്. കാരണം നമ്മളത് എഴുതി വരുമ്പോഴത്തേക്ക് ചിലപ്പം 1.5 മണിക്കൂറൊക്കെ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. അതിനെ പിന്നെ കാച്ചി കുറുക്കി ഒരു സ്ക്രിപ്റ്റാക്കി ആ സംവിധായകന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ജോലി തന്നെയാണ്, വലിയ ധ്യാനം തന്നെയാണ്. പക്ഷെ ആ ധ്യാനം നമുക്ക് ഒരിടത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നേട്ടം. ഡോക്യുമെന്ററി ചെയ്യുന്ന ആളിന്റെ അധ്വാനം അതൊന്ന് വേറെ തന്നെയാണ്. പിന്നീട് ഈ മർഡർ എന്ന് പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്ത ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. ആ ഡോക്യുമെന്ററി ചെയ്യുന്ന അത് ഡോക്യുമെന്ററി ആണെങ്കിലും അതൊരു ഡോക്യു ഫിക്ഷനാണ്. അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുള്ള ആളല്ല. അപ്പൊ അവിടെ ഈ മരണം നടന്ന വീട്ടിലേക്ക് അയാളുടെ ഭാര്യ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴാണ് ഈ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ നടീനടന്മാരൊക്കെ എത്രമാത്രം സ്ട്രെയിൻ എടുത്താണ് ഇത്തരത്തിലുള്ള രംഗങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും. കാരണം ഒറ്റ ക്യാമറ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ട് ഇവരുടെ ആ ഭാവങ്ങളൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഈ സംവിധായകരോടൊക്കെ ഭയങ്കര മതിപ്പാണ്. സംവിധായകർ മാത്രമല്ല, ക്യാമറ ചെയ്യുന്ന ആള് മറ്റേ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയായിരുന്നു ക്യാമറ ചെയ്തിരുന്നത്. അവർ തമ്മിലൊരു സിങ്ക് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമൊക്കെ കാണാനായിട്ട്. അവർ തമ്മിൽ ഇങ്ങനെ ഒരു ചെറിയ രഹസ്യം പറഞ്ഞിട്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ ഒരു രഹസ്യത്തിനകത്ത് എല്ലാം അടങ്ങിയിരിക്കും. അങ്ങനെയുള്ള അതേപോലെ തന്നെ പേപ്പട്ടി കടിച്ച ഒരു കുട്ടിക്ക് പേവിഷ ബാധിക്കുന്നതിന്റെ ഒരു ഡോക്യുഫിക്ഷൻ ഞങ്ങൾ ചെയ്തിരുന്നു. അതും സത്യത്തില് ആ ഡോക്യുഫിക്ഷൻ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഞാനത് വർക്ക് പൂർണ്ണമായതിനു ശേഷമാണ് കണ്ടത്. ഞാൻ അവിടെ അങ്ങനെ വിറങ്ങലിച്ചിരുന്നു പോയി. കാരണം ആ കുട്ടിയുടെ അഭിനയവും അവനാ രോഗം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് സത്യത്തിൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാൻ നേരത്താണ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അത് വായിച്ച് പഠിച്ചത്. പക്ഷെ എഴുതി കൊടുത്ത സാധനം ഒരു സംവിധായകൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ തരിച്ചിരുന്നു പോയി. വല്ലാത്തൊരു ഷോക്ക് പോലെ. എനിക്കിപ്പോഴും അതിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിക്ടേഴ്സ് ചാനലില് ഒരു കണ്ണാടിപ്പുഴയുടെ തീരത്തെന്ന് പറഞ്ഞ് പൊള്യൂഷനെ സംബന്ധിച്ചൊരു ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് വിക്ടേഴ്സ് ചാനലിൽ ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് വകുപ്പിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ 10,000 രൂപയായിരുന്നു. എന്നിട്ട് ആ 10,000 രൂപ കൊണ്ട് അത്യാവശ്യം അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ നടിയെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതൊക്കെ അന്നൊരു ചലഞ്ചാണ്. അന്ന് അത് ചെയ്തു തീർന്നപ്പോൾ സന്തോഷ് പീഡിയായിരുന്നു അതിന്റെ സംവിധാനം. ചെയ്തു തീർന്നപ്പോൾ ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും ചെറിയൊരു തുക കൊണ്ട് ഇത് എങ്ങനെ ചെയ്തു തീർത്തു എന്നുള്ള നിലയിൽ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് തേയിലയുടെ കഥ, ഹിരോഷിമ, ഉരുളക്കിഴങ്ങിന്റെ കഥ തുടങ്ങിയിട്ട് ഒരുപാട് അത്തരത്തിലുള്ള, അതായത് എങ്ങനെയാണ് തേയില ഉണ്ടാകുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഡോക്യുമെന്ററി.
അതൊക്കെ ഞങ്ങള് കുട്ടികളെ വിളിച്ചെത്തിയിട്ട് അത് ഡോക്യുമെന്റ് കാണിച്ചിട്ടുണ്ട്. എന്തൊരു സന്തോഷം അവർക്ക് ഉണ്ടാകാന്നറിയാം. പിന്നെ ഇത്തരത്തിലുള്ള കുറേ വർക്കുകൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നീട് ഈ കർമ്മണ്യ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഗവൺമെന്റിന് വേണ്ടി, അത് ഇപ്പൊ ജയകുമാർ സാറാണ് അതിന്റെ ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡോക്യുമെന്റ് ചെയ്തു കൊടുത്തത്. അതെന്ന് വെച്ചാൽ ഓരോ ഫയലും ഒരു ജീവിതമാണ് എന്ന് ഉള്ളതിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, ഉദ്യോഗസ്ഥർ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി. അതായത് ചില ഉദ്യോഗസ്ഥർ വളരെ കാഷ്വലായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സംഗതിയാണെന്നുള്ള നിലയിലും അതിനെപ്പറ്റി അന്വേഷിക്കാൻ വരുന്ന ആൾക്കാരോട് മോശമായി പെരുമാറുന്നത്. എന്നാൽ ശരിക്കും എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടുള്ളതാണ് കർമ്മണ്യ എന്ന് പറയുന്നത്. അത് ഇപ്പോ IMGയിൽ എല്ലാ ട്രെയിനിങ്ങിലും ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പിന്നെ രണ്ട് കാര്യങ്ങള് തീർക്കാതെ കിടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞേക്കാം. സുഗതകുമാരി ടീച്ചറെ കുറിച്ച് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്ററി ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ലേറ്റായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് സുഗതകുമാരി ടീച്ചറെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും പ്രസിദ്ധ സംവിധായകൻ കൂടിയായ ശരത്ത് എന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടിരിക്കുമ്പോൾ എന്നോട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടീച്ചറിന്റെ വീട്ടിലൊരു 10-15 ദിവസം സ്പെൻഡ് ചെയ്ത് ടീച്ചറിന്റെ ജീവിതത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത് അത് കൊണ്ടുവന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്തു നോക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ തീരുള്ളൂ. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ്. അതിനെ പിന്നീട് ഇരുന്ന് വെട്ടി കുറച്ച് 26 മിനിറ്റിലേക്ക് കൊണ്ടുവന്ന് വളരെ മനോഹരമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അത് PRDയുടെ കമ്മിറ്റിയിൽ വെച്ചു. അന്നത്തെ കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അതിനെ ഒരു സംവിധായകനെ ഏൽപ്പിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റിന് അകത്തുള്ള ഒരാള് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയും പുള്ളി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് അവസാനം നമുക്ക് സങ്കടം തോന്നി. പുള്ളിക്ക് വേണ്ടിയിട്ട് വേറെ ചില ആൾക്കാരെയൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ ഷൂട്ടിംഗ് ഏകദേശം ഒരു 75-80% വരെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം അതിനുശേഷം ആ ഡോക്യുമെന്റ് ചെയ്തില്ല. അത് വലിയ സങ്കടമായിട്ട് ഇരിക്കുകയാണ്. ആ മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ അത് ചെയ്തിട്ടില്ല. PRDക്ക് അതിൽ താല്പര്യവും വന്നില്ല പിന്നീട്. അതൊരു വലിയ ദുഃഖമാണ്. ഞാൻ ഇത്രയും അധികം ജോലി ചെയ്തിട്ട് ടീച്ചർ തന്നെ പറയുകയുണ്ടായി ആ സമയത്ത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഡോക്യുമെന്ററിയുടെ പണി തീരുമോ അജിത്ത് എന്ന് ചോദിച്ചിരുന്നു. സത്യത്തില് അത് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഒരു സങ്കടം. പിന്നെ മറ്റൊന്ന് എന്തോ അത് കംപ്ലീറ്റ് ആക്കിക്കൂടെ? ഇനിയും കംപ്ലീറ്റ് ആക്കാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷെ വകുപ്പിൽ ഞാൻ പറഞ്ഞില്ല, ഇത്തരം കാര്യങ്ങളില് വകുപ്പിലൊക്കെ ആരെങ്കിലുമൊക്കെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയാലേ പറ്റുള്ളൂ. ഇപ്പൊ പുറത്തു നിൽക്കുന്ന എനിക്ക് അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ആരെങ്കിലും ഇടപെട്ട് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചറെ വെച്ച് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ അത് വെച്ച് അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീച്ചർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ആദരാഞ്ജലി ഈ സമയത്ത് അതായിരിക്കും. പിന്നെ മറ്റൊന്ന്, ഞാൻ മീഡിയ അക്കാഡമിയിൽ വന്ന സമയത്ത് എവിടെയാണ് സർ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ആരുടെ കയ്യിലാണ്? സംവിധായകന്റെ കയ്യിലാണോ? ഇതിന്റെ മെറ്റീരിയൽ എല്ലാം PRDയില് അന്ന് ഇതിന്റെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ അഡീഷണൽ ഡയറക്ടറായിട്ടിരുന്ന സന്തോഷുണ്ട്. സന്തോഷാണ് ഇത് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലോ കാണും മെറ്റീരിയൽസ്. ഒരുപാട് ഷൂട്ട് ചെയ്തിരുന്നു. നമ്മൾ അവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ടീച്ചറെ കുറിച്ച് ടീച്ചറെ അവിടെ ഇരുത്തി മഴയെ കുറിച്ചുള്ള പാട്ട് പാടിക്കുകയും നല്ല മനോഹരമായ ഒരുപാട് വിഷ്വൽസ് ഉള്ളതാണ്. അത് വലിയ നഷ്ടവുമാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാനത് ടീച്ചറിന്റെ മരണം നടന്നപ്പോൾ മാതൃഭൂമിയില് എന്നെ വിളിച്ചപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു ഡോക്യുമെന്ററി ഉണ്ട് PRDയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു പത്രവാർത്ത വന്നിട്ട് പോലും അത് തീർക്കാൻ ആർക്കും ഒരു താല്പര്യം തോന്നിയില്ല. അത് ഈ നമ്മുടെ സംവിധാനത്തിന്റെ പ്രശ്നമായിരിക്കും. അതിനകത്ത് ആരെയും നമുക്ക് ഒരാളിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ സംവിധാനത്തിന്റെ ഒരു പ്രശ്നമായിരിക്കും.
പിന്നെ വേറൊന്നുള്ളത്, ഞാൻ ഈ മീഡിയ അക്കാഡമി ഇപ്പോഴാണ് പ്രസ് അക്കാഡമിയിൽ സെക്രട്ടറി ആയിട്ട് ഇരുന്ന സമയത്ത് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു സാധനമാണ് ഈ പത്രത്തിന്റെ ജീവിതം. നോർമലി എല്ലാവരും പറയും പത്രത്തിന്റെ ആയുസ് ഒരു ദിവസം, ചിലർ പറയും രാവിലെ 1 മണിക്കൂർ എന്നൊക്കെ പറയാറുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വലിച്ചങ്ങോട്ടെങ്കിലും എറിയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള പത്രത്തെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യണം എന്ന് തോന്നി. ഒരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്ത് വിക്ടേഴ്സ് ചാനലിൽ സന്തോഷ് പീഡിയയെ കൊടുത്തിരുന്നു. അത് ഇത്രയേ ഉള്ളൂ. അതായത് പത്രം രാവിലെ ഇറങ്ങുന്നു, വളരെ ആവേശത്തോടുകൂടി ആൾക്കാർ വായിക്കും. പിന്നെ നമ്മൾ കാണുന്നത് ട്രെയിനകത്ത് പിന്നെ മഴവെള്ളം വീണ് കിടക്കുന്ന സീറ്റ് തുടയ്ക്കുന്നതും, മീൻ വാങ്ങാൻ വേണ്ടി പത്രം കൊണ്ടുപോകുന്നതും, പിന്നെ വട എടുത്തു തരാൻ വേണ്ടി പത്രം തരുന്നു. അങ്ങനെയുള്ള കുറെ വിഷ്വൽസ് എല്ലാം കൂടെ ചേർത്ത് വന്നിട്ട് പത്രത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ആർക്കൈവ്സിലേക്ക്, നമ്മുടെ പ്രസ് അക്കാഡമിയുടെ ആർക്കൈവ്സിലേക്ക് വന്നിട്ട് എന്താണിത്, ചരിത്രമാണ് പത്രം, ഇത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സന്ദേശമാണ് അത്. അതിന്റെ ഷൂട്ടിങ് ഏകദേശം 75% അത് നടന്നതാണ്. പക്ഷെ അതൊന്നും ബ്ലോക്കായി നിൽക്കുക. അതിനകത്ത് ഒന്ന് രണ്ട് ഇതിനു വേണ്ടിയിട്ട് വച്ചിരുന്ന ആൾക്കാരെ പിന്നീട് അതിന്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അക്കാഡമിക്ക് താല്പര്യം ഉണ്ടാവും സാർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് എനിക്കൊന്ന് മീഡിയ അക്കാഡമിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വേണേൽ അത് ഫിനിഷ് ചെയ്യാം. അത് നമുക്ക് മാധ്യമജാലകത്തിൽ കാണിക്കുകയും ചെയ്യാലോ. അത് വലിയൊരു കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ പത്രം എന്ന് പറയുന്നത് തന്നെ ഇല്ലാതെ ആകുമോ, അപ്രത്യക്ഷമാവോ എന്നൊക്കെ ഭയം ഉണ്ടല്ലോ നമുക്കൊക്കെ. അതെ അതെ അതെ. അതിപ്പോ ഡിജിറ്റൈസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഒരു പഴയ പത്രം, ഒരു 10-50 വർഷം മുമ്പുള്ള ഒരു പത്രത്തിന്റെ ഒരു പേജ് മറിച്ച് നോക്കുന്നതിന്റെ ഒരു ഫീല് അത് പക്ഷെ നമുക്ക് നമ്മുടെ ഈ ജനറേഷനോട് കാണത്തുള്ളായിരിക്കും അത്. പക്ഷെ അത് ഒന്ന് വേറെ തന്നെയാണ്. രാവിലെ ഒരു പത്രം കിട്ടുമ്പോഴുള്ള സന്തോഷവും ഇവരൊന്നും അനുഭവിക്കുന്നില്ല പുതിയ തലമുറ. സത്യം. കാരണം അവർ അപ്പോഴപ്പോ ന്യൂസ് ഇങ്ങനെ വായിച്ചു പോവാണല്ലോ. അതെ. ഇതിനെപ്പറ്റി പത്രത്തിന്റെ ജീവിതത്തിനെ പറ്റിയിട്ട് കാർട്ടൂണിസ്റ്റ് സുകുമാർ സാർ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരിക്കലും. എനിക്ക് തോന്നുന്നു കുങ്കുമത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു പത്രത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ രാവിലെ തീ കത്തിക്കുന്നത് തൊട്ട് പിന്നെ വിരിച്ച് KSRTC സ്റ്റാൻഡിൽ പോയി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഹാസ്യാത്മകമായിട്ട് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സാർ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാനത് കണ്ടിട്ടില്ല. സമാനമായ ചിന്തയാണ് അത്. അതെ. പണ്ടൊക്കെ അടുപ്പിൽ തീ പിടിപ്പിക്കാനായിട്ട് ഒരു പത്രക്കടലാസ് ആണല്ലോ, അതിൽ ഇത്തിരി മണ്ണെണ്ണ മുക്കിയിട്ട്. അതെ. എന്തായാലും സാറിന്റെ അനുഭവങ്ങള് കുറച്ചേ ആയുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ചോദ്യങ്ങളിൽ കൂടി മുന്നോട്ട് പോവാം. ഇവിടെ നമ്മളുടെ അതിഥികൾക്കും ചോദ്യം ചോദിക്കാം. ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. സാർ ഇപ്പോ സാറുമാണ് വേണു സാറും ഇതിന്റെ ഡോക്യുമെന്ററി മേക്കിങ്ങിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. സാറിന് ഒരു സൗഭാഗ്യം ഉണ്ടായത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഇരുന്നു കൊണ്ട് ധാരാളം ഡോക്യുമെന്ററികൾ ചെയ്യാൻ പറ്റി. വേണു സാറിന് അത് പുറത്തിരുന്ന് ചെയ്യേണ്ടി വന്നു. എങ്കിൽ പോലും ഇതിന്റെ ഫിനാൻസ്, പൊതുവെ ഇവിടെ സംസാരിക്കുന്ന എല്ലാവരും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇതിന്റെ കൺസ്ട്രെയിൻസ് ഓവർകം ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളോ സബ്സിഡികളോ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു? സിനിമ വ്യവസായത്തിന് വേണ്ടിയിട്ട് കുറെ സബ്സിഡി കൊടുക്കുന്ന ഒരു കാലം അതിനെ പറ്റിയിട്ട് ജി അരവിന്ദനൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സംവിധാനം മുൻപ് ഉണ്ടായിരുന്നോ? വേണു സാറിന് ചിലപ്പോ ഓർമ്മയുണ്ടാവും ഈ കാര്യത്തിനെ പറ്റിയിട്ട്. വേണു സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഞാൻ മ്യൂട്ട് ചെയ്തു. ഞാൻ അതിന് ഉത്തരം മാറ്റി പറയുന്നതിന് മുമ്പായിട്ട് അജിത് സാറിന്റെ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ഇത് തോന്നിച്ചാൽ, എനിക്ക് സത്യത്തിൽ സാറ് പറഞ്ഞ എന്ത് കൃത്യമായ ഒരു കാര്യമാണ്. ഞാൻ PRDക്ക് വേണ്ടി നിരവധി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സാറിന് അറിയാം. അത് ഞാൻ ഏറ്റവും പെയിൻ എടുത്ത് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ, പ്രളയശേഷം ഹൃദയപക്ഷം എന്ന് പറഞ്ഞ സാധനം. നമ്മളെ പ്രളയമായിരുന്നു പ്രധാന വിഷയം. നമ്മളെ ഈ കഴിഞ്ഞ ഗവൺമെന്റ് പ്രളയ സമയത്ത് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ആ ഡോക്യുമെന്ററിയിൽ അറിയാൻ പറ്റുമായിരുന്നു. ഏകദേശം 1/2 മണിക്കൂറിന് മേളിൽ 3/4 മണിക്കൂറിനോളം മേളിൽ വരുന്ന ഒരു മനോഹരമായ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു.
എനിക്കതിൽ ഇപ്പോഴും അഭിമാനം തോന്നുന്നുണ്ട്. ആ ഡോക്യുമെന്റ് കുറെ ഷോർട്സ്, സ്റ്റോക്ക് ഷോട്ടൊക്കെയാണ് ഉപയോഗിച്ചത്. അത് അന്ന് ഇരുന്ന ഡയറക്ടർമാര്, ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ ഒരു ശ്രമപരമായി എല്ലാ ജില്ലകളിലും കാണിച്ചു, ഡൽഹിയിലും കാണിച്ചു. പക്ഷെ ആ ഡോക്യുമെന്ററി അവരുടെ ഗോഡൌണിൽ എവിടെയോ ഇപ്പൊ ഉറങ്ങുകയാണ്. ഈ അടുത്തിടെ പോലും അത് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, സാറിന്റെ ആ വാക്കുകൾ എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ. ഞാൻ കാക്കാരിശി നാടകത്തിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി പിയാടിക്ക് വേണ്ടിയാണ്. അതായത് അവരുടെ ആർക്കൈവ്സ് സൂക്ഷിക്കാൻ, എന്താണ് കാക്കാരിശി നാടകം എന്ന് പറയുന്നത്, അത് അന്യം നിന്നുപോയ ഒരു കലയാണ്. അപ്പൊ അതിന് ആർക്കൈവ്സിന് വേണ്ടി എനിക്കൊരു പ്രോജക്റ്റ് തന്നു. അപ്പൊ ഞാന് കാക്കാരിശിക്ക് വേണ്ടി നടന്നപ്പോഴാണ് ഈ ഒരു സമ്പ്രദായം, ഈ കാക്കാരിശി ഇന്ന് സ്റ്റേജിൽ കാണുന്ന, പിന്നെ എന്താണ് തിയേറ്റർ പോലുള്ള സ്ക്രീനിൽ കാണിക്കുന്ന കാക്കാരിശി അല്ല. ഒറിജിനൽ കാക്കാരിശി എന്താണെന്ന് ഞാൻ അതിന് റിസർച്ചിന് വേണ്ടി ഞാൻ ഒരു 6 മാസത്തോളം എടുത്തു. കൊട്ടാരക്കരയ്ക്കടുത്ത് താമരക്കുടി എന്ന ഗ്രാമത്തിലാണ് കൂടുതൽ കാക്കാലം മാലും കാക്കാരിശി നാടകത്തിന്റെ ചരിത്രമൊക്കെ ഉള്ളത്. ഞാൻ അവിടെ ഒരു ആള് അന്വേഷിച്ച് പോയിട്ട് ഗോപാലപിള്ള എന്ന് പറയുന്ന ഒരു വളരെ വയസ്സായ ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ഡ്രങ്ക് പെട്ടിയിൽ നിന്നും ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് തപ്പിയെടുത്ത് അതിനകത്ത് കാക്കാലത്തിമാരും കാക്കാലന്മാരും എങ്ങനെ വസ്ത്രം എങ്ങനെയായിരുന്നു, ഈ കാക്കാലത്തിമാരുടെ തലക്കെട്ട്, മുടിക്കെട്ട് എങ്ങനെയായിരുന്നു, അവരുടെ ചേല ചുറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വളരെ അന്വേഷണം, വളരെയധികം പഠിച്ച് ഞാൻ ആ ഡോക്യുമെന്ററി ചെയ്ത് വെരി എൻഡില് പഴയ സ്റ്റൈലിലുള്ള, പഴയ രീതിയിലുള്ള ഓല കെട്ടിയ സ്റ്റേജില് ഓല കീറിലിരുന്ന് ഈ പ്രേക്ഷകര് അത് ആ കാക്കാരിശി നാടകം കാണുന്നിടത്ത് അവസാനിക്കുകയാണ്. ഇതിനു വേണ്ടി ഞാൻ നാഗർകോവിലും തമിഴ്നാട്ടിലും ഒക്കെ ഇവരെ കക്കാലന്മാരുടെ ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ ഒരു ലോറി നിറയെ ഈ തെരുവിൽ ഈ എന്താണ് ഈ മൈലെണ്ണയൊക്കെ വിൽക്കുന്ന അവരാണ് എൻ്റെ പൂർവികർ. അവരെയൊക്കെ കൊണ്ടുവന്ന് ലോറിയിലെ ഉൾഗ്രാമത്തിൽ കൊണ്ടുപോയി അവരുടെയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഈ കാക്കാരിശി നാടകത്തിന്റെ ഈ ടേപ്പ് ഈ പിയാടിയുടെ അനക്സിൽ ഇപ്പോഴും ഉറങ്ങിയിരിക്കുകയാണ്. ഒരു മനുഷ്യരെ പോലും അത് കാണിച്ചിട്ടില്ല. അങ്ങനെ സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ കഴിയാത്ത വിധം ഇവരത് എന്തിനാണ് ഈ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കതില് കുറച്ച് പൈസ കിട്ടി, ആഹാരത്തിന് എൻ്റെ ജീവിതമാർഗമായിട്ട് എനിക്ക് അതിനകത്ത് കിട്ടിയത്, ഞാൻ സത്യം പറയാം, എനിക്ക് 8,000 രൂപയാണ് അതിനകത്ത് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാനെടുത്ത പെയിന്, ഒരു കൊല്ലത്തോളം എടുത്ത പെയിന് ഭയങ്കരമായിരുന്നു. എനിക്ക് രൂപയല്ല അന്ന് വലുതായ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത് 10 പേരുടെ മുന്നിലെത്തുക എന്നുള്ളത്, ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞു, സെൻസർ ചെയ്യണം, നമുക്ക് അവാർഡിന് അയക്കണം. കാരണം വളരെ നാച്ചുറൽ ആയിട്ട് ഷൂട്ട് ചെയ്ത സാധനമാണ്, വളരെ നാച്ചുറൽ. ബൈജു കുറുപ്പിനെ പോലുള്ള പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വലിയ ആൾക്കാരാണ് എഡിറ്റ് ചെയ്തത്. അങ്ങനെ 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു. പക്ഷെ ഇത് അവാർഡിന് അയക്കണം, 10 പേരെ ഇടയ്ക്ക് കാണിക്കണം. അതൊരു ഒരു തരം എന്താണ്, ഒരു പ്രക്രിയയാണ്. ഒരു ടേപ്പ് വാങ്ങിക്കുന്നു, നമ്മളെ കയ്യിൽ നിന്നും ഒരു 50 DVD വാങ്ങുന്നു. ഈ 50 DVD അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട്, അജിത് സാറിന് അറിയാം, 50 DVD വാങ്ങിച്ചിട്ട് അവർ പിന്നീട് പറയാണ് 10 എണ്ണം മതി എന്ന് പറയാണ്. എന്റെ വീട്ടിൽ ഇപ്പോഴും 40 DVD വെറുതെ ഇവിടെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഇത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ സത്യത്തിൽ നിരവധി ഡോക്യുമെന്ററികൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടില്ല. പക്ഷെ നമ്മൾ ഇത്രയും പെയിൻ എടുത്ത് ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ടതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ എത്ര വർക്കുകളാണ് സത്യത്തിൽ ഞാൻ ഈ ഓടി നടന്ന് ഡോക്യുമെന്ററി കാണുകയും ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ കാണുകയും. സാറ് പറഞ്ഞ പലതും കണ്ടിട്ടുണ്ട്. എങ്കിലും എത്ര സാധനങ്ങള്, വർക്കുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാറ് പറഞ്ഞ പോലെ ഇത് യൂട്യൂബിലിട്ട് എത്ര പേരാണ് ഇത് കാണുന്നത്. സത്യത്തിൽ അതൊന്നും ചെയ്യാതെ ഒരു തരം ഇനി നമ്മൾ കൂടുതൽ അതിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വല്ലാത്ത വിഷമമാവുക. പിന്നെ മോള് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി പറയാം. ഞാൻ ചോദിച്ചത് സാമ്പത്തികമാണ്. അതെ, സാമ്പത്തികം വലിയ പ്രശ്നമാണ്. കാരണം ഞാൻ ഈ അവാർഡ് കിട്ടിയ ഡോക്യുമെന്ററികളെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നും എൻ്റെ സഹോദരങ്ങളും ഒക്കെ സഹായിച്ചു തന്ന പൈസ കൊണ്ടാണ് ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 10 പൈസ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടുമ്പോൾ അവാർഡിന്റെ തുകയായ 15,000 രൂപയാണ് അത് കിട്ടിയത്. 4.5 ലക്ഷം രൂപ ചെലവായ ഒരു ഡോക്യുമെന്ററിയാണ് അത്. പുള്ളുവന്റെ ഈ പുള്ളുവ പാട്ടിന്റെ ഈ കളമെഴുത്ത് പാട്ടും ഒക്കെ ഇഷ്ടം പോലെ പൈസ ചിലവായ ട്രെയിനും ഒക്കെ ജനറേറ്ററും ഒക്കെ വെച്ച് മലയാള നാട് പത്രത്തിന്റെ SK നായരുടെ തറവാട്ടിൽ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത്.
അതിന് ഒരുപാട് കാശ്, 4 ലക്ഷം രൂപ അന്ന് കാലത്ത് ചിലവായി 2002. എന്നിട്ട് എനിക്ക് അവാർഡ് കിട്ടിയത് വെറും 15,000 രൂപയാണ്. അന്നത്തെ എമൗണ്ട് അതായിരുന്നു. അതല്ലാതെ ഇത് 10 പൈസ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഡോക്യുമെന്ററി മേഖല ഈ വളരെ ഇത്ര മിടുക്കന്മാരായ പിള്ളേർ ഇപ്പോ ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. അവർക്കൊന്നും ഇതിന്റെ ഫണ്ട് പ്രശ്നമാണ്. ഇത് ആര് പൈസ മുടക്കും, ഇത് എവിടുന്ന് വരും? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ ഈ പിയാടി കോപ്പി വാങ്ങിക്കുമായിരുന്നു. അത് നല്ലൊരു സംഭവമായിരുന്നു. അവര് ഒരു 8 10 കോപ്പി ഞാൻ ആദ്യകാലത്ത് ചെയ്തപ്പോൾ എല്ലാം ഒരു കോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തുച്ഛമായ പൈസ ആണെങ്കിലും നമുക്കത് കുറച്ച് പൈസ കിട്ടുമായിരുന്നു. ഈ അടുത്തിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. അവര് കുറച്ചു മുമ്പ് വരെ ഒരു 10 15 DVD വാങ്ങിയിരുന്നു. തുച്ഛമായ പൈസ കിട്ടുകയുള്ളൂ. ഇപ്പൊ ആ പരിപാടി അവർ നിർത്തി. അപ്പൊ നമ്മളിത് എവിടെ മാർക്കറ്റ് ചെയ്യും? അല്ലെങ്കിൽ അടൂർ സാറിനെ പോലുള്ള ആൾക്കാര് ഡോക്യുമെന്ററി ചെയ്താൽ ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്. എന്നെ പോലുള്ള ഒരാളിന് അങ്ങനെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗവൺമെന്റ് ഡോക്യുമെന്ററിയിലേക്ക് ഒതുങ്ങി കൂടുന്നത്. എനിക്ക് നല്ല നല്ല വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആര് പൈസ മുടക്കും? ഞാൻ ഈ അടുത്തിടെ പോലും ഒരു നല്ല വിഷയം മനസ്സിൽ ചുവന്ന് നടന്നു. അതിനൊരു 1 ലക്ഷം രൂപ മുടക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഷയമായിരുന്നു. അപ്പൊ അത് ഞാൻ പലരോടും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ആർക്കും 1 ലക്ഷം രൂപ ഈ കാലത്ത് വലിയ വിലയുള്ളതാണ്. അപ്പൊ അതിന് എന്ത് തിരിച്ചു കിട്ടും ചേട്ടാ എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഇതെവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സർ, ഇപ്പോ ഈ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കാലമാണല്ലോ. ഒരുപാട് സിനിമകൾ പോലും ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ സമൂഹത്തിലുള്ളതെല്ലാം ഈ രീതിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത്തരം രീതികളിലേക്ക് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ചില സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള രീതിയിൽ പണം സമാഹരിക്കാനും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. ഇതിനു വേണ്ടി പണം മുടക്കാനുള്ള താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. മാത്രമല്ല, ഇപ്പോ സമൂഹത്തിൽ ഉണ്ടാവുന്ന ചില സംഭവങ്ങള് വ്യക്തികളൊക്കെ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടവരും കൂടിയാണ്. അപ്പോ അത്തരം രീതികളിലേക്ക് പോകുന്നത് സഹായകരമായിരിക്കില്ലേ? നമ്മള് ക്രൗഡ് ഫണ്ടിങ് ഒരു സിനിമയ്ക്ക് കിട്ടും. ഒരു സിനിമയ്ക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. കാരണം അത് തിയേറ്ററിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ലെവലിലേക്ക് അത് എത്തുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമയുടെ അവാർഡിനാണെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപയോളം അതിനൊരു നാഷണൽ അവാർഡിനൊക്കെ ഇതുണ്ട്. സ്റ്റേറ്റിലും ഉണ്ട് 1 ലക്ഷത്തിന് മുകളിൽ. അപ്പൊ അത് കിട്ടും. പക്ഷെ ഡോക്യുമെന്ററിക്ക് ആരാണ് ഒരുമിച്ച് വരുന്നത്? ഡോക്യുമെന്ററി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും എന്താ ചേട്ടാ ഡോക്യുമെന്ററിയോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഡോക്യുമെന്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊന്നും വലിയ വിലയില്ല. ഈ ആനന്ദപ്രവർത്തനൊക്കെ ഇന്നും ഡോക്യുമെന്ററി കൊണ്ട് ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി മേക്കറാണ്. പക്ഷെ ഈ കേരളത്തിലാണ് ഈ ഡോക്യുമെന്ററിക്ക് വലിയ വിലയില്ലാത്ത ഒരു അവസ്ഥ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സാറ് അത് കുറച്ചുകൂടെ വ്യക്തമാക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ സാറിന്റെ അഭിപ്രായം പറയാം. നമ്മുടെ PRDയുടെ തുടക്കകാലത്തൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഇതിന് രാമുക്കാരിയായിട്ട് വരെ ഉള്ളവര് നമുക്ക് PRDക്ക് വേണ്ടി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അല്ലാതെ മറ്റു തരത്തിലല്ല. അപ്പം അന്ന് അത്തരത്തിൽ ചെയ്ത ഫിലിംസ് ഉണ്ട്. ഈ ഫിലിമുകളെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ വളരെ കാഷ്വലായി ടാഗോർ തിയേറ്ററിൽ ഇട്ടിരുന്ന് ഉരുകി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നോക്കിക്കോണം, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റുന്ന വാല്യൂ അല്ല. അപ്പം അത്രത്തോളം മോശമായ രീതിയിലാണ് നമ്മളെ ഡോക്യുമെന്ററികളെ കാണുന്നത് എന്നുള്ള ഞാൻ പറഞ്ഞു. അതായത് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഇതൊരു നിധിയാണ്, ഇത് സൂക്ഷിക്കേണ്ടതാണ്, ഇത് ചെയ്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഭൂമിയിൽ അവതരിച്ച വലിയ കലാകാരനാണ് എന്നൊന്നുമുള്ള യാതൊരു തോന്നലോ ധാരണയോ ഒന്നും ആർക്കുമില്ല. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സംഗതികളുണ്ട്. അത് ഇത് ചീത്തയാകുന്നതിന് മുമ്പ് ഇതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ കൊടുത്ത് ABM സ്റ്റുഡിയോയിലോ
മറ്റോ കൊടുത്ത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കുറെ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ എല്ലാം സർക്കാരിന്റെ ഏത് പേപ്പറും ഒരു സ്ഥലത്ത് നിന്ന് തട്ടി അവിടെ കിടക്കും. അത് ഏതെങ്കിലും ഒരു കോർണറിൽ തട്ടി കിടക്കും, പിന്നെ അവിടെ നിന്ന് മുമ്പോട്ട് പോകില്ല. അതാണ് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഡോക്യുമെന്ററിയെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെന്ററിക്ക് ആദ്യം ഡോക്യുമെന്ററി ചെയ്യുന്ന സംവിധായകരുടെ ഒക്കെ എണ്ണം കുറവായിരുന്നു. പിന്നീട് എണ്ണം കൂടിയപ്പോൾ പാനലുകൾ വെച്ചു. പാനലുകൾക്കകത്ത് തന്നെ അവർക്ക് ഗ്രേഡ് വെച്ചു, ABC എന്നൊക്കെ പറഞ്ഞ ഗ്രേഡ് വെച്ചു. എന്നിട്ട് എ ഗ്രേഡിൽപ്പെട്ടവർക്കുള്ള ഡോക്യുമെന്ററിക്ക് 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ, അതിന് താഴെയുള്ളവർക്ക് 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അല്ലാതെ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെയോ അല്ലെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന ഒരു പെയിനെ ഒന്നും ആശ്രയിച്ചൊന്നുമല്ല. വളരെ മെക്കാനിക്കലാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിൽ. അപ്പം അങ്ങനെയൊക്കെ തീരുമാനിച്ച് ചെയ്യുമ്പോഴാണ് ഈ വലിയ ആശയങ്ങളുമായിട്ടൊക്കെ നമ്മുടെ വേണുവിനെ പോലൊക്കെ ഉള്ളവർ വരുമ്പോഴത്തേക്ക് അവരോട് ബാർഗെയിൻ ചെയ്യുന്നത്. നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് പകരം ഒരു 3 ലക്ഷം രൂപ തരാം, അത് ചെയ്യണം എന്നൊക്കെ ബാർഗെയിൻ ചെയ്തു. ഇങ്ങനത്തെ ബാർഗെയിനിങ് വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇവർക്ക് ഒരു പൈസയും കിട്ടാതെ ആവുകയും ചെയ്യും. ഇവർ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റിയിൽ ഈ സാധനം ചെയ്യണമെങ്കിൽ കയ്യിൽ നിന്ന് വരെ കാശ് വെക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ചെയ്ത മെറ്റീരിയല് ആൾക്കാർ കാണുന്ന രീതിയിൽ ഇപ്പം നമ്മൾ സംസാരിച്ചതുപോലെ യൂട്യൂബിലോ എവിടെങ്കിലും ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു വലിയ സന്തോഷമായിരിക്കും. നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്മുടെ ആൾക്കാർക്കെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇത് കാണുമെന്നെങ്കിലും പറയാം. അപ്പോൾ അതുപോലും സംഭവിക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴ് ഡോക്യുമെന്ററികളൊക്കെ ഇപ്പം PRD ആയിട്ട് എനിക്ക് സത്യം പറയാൻ വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ ഡോക്യുമെന്ററികളൊക്കെ ചെയ്യിക്കുന്നുണ്ടോ, ആരാണ് ചെയ്യുന്നത്, അതിന് പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ ഒരാള് മനസ്സറിഞ്ഞൊരു സംവിധായകൻ ഇടുന്ന ഒരു തുക ഒരിക്കലും വകുപ്പിൽ നിന്ന് ഞാനൊക്കെ ഉള്ള കാലഘട്ടത്തിലൊന്നും കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചിലരൊക്കെ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്, മറ്റുള്ളവർ അവരുടെ ഒരു പാഷൻ എന്നുള്ള നിലയിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോക്യുമെന്ററിക്ക് എന്തുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ് കിട്ടില്ല എന്നുള്ളത് വേണു വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഉള്ളിൽ എന്താ പറയുക ത്രില്ലായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. കാരണം എല്ലാ കലകളുടെയും അവസാന രൂപം സിനിമ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു തരം തോട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തില് ഒരു പക്ഷെ ആൾക്കാരെ സഹായിക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല ചിലപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സിനിമകൾ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വളരെ ഫേമസ് ആയി പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഡോക്യുമെന്ററിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഡോക്യുമെന്ററി കഥകളി ആചാര്യനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്താൽ ഈ കഥകളിയോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഡോക്യുമെന്ററി മര്യാദയ്ക്ക് ഇരുന്ന് കാണുകയുള്ളൂ. മറ്റുള്ളവർ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് ഓടിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി പോകും. ചിലരാണെങ്കിൽ അങ്ങോട്ട് ഡോക്യുമെന്ററി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിനെ അങ്ങനെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു താല്പര്യം വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മാനസിക നിലയും അതിനുള്ളൊരു ബുദ്ധി വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായേ പറ്റും. പലർക്കും പൊതുവായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെന്ററി എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചാനലുകളിലും ഡോക്യുമെന്ററികൾ അധികം നമുക്ക് കാണാൻ കഴിയാത്തത്. ഈ യൂട്യൂബിലൊക്കെ തന്നെ ഒരു ചെറിയ ടെലിഫിലിമോ അല്ലെങ്കിൽ ഒരു തമാശ സാധനം ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് 1 ലക്ഷം ആൾക്കാരോ അല്ല 5 ലക്ഷം ആൾക്കാരോ കാണുന്നിടത്ത് ഡോക്യുമെന്ററി 1 വർഷം കിടന്നാൽ ചിലപ്പോൾ 500 600 പേര് മാത്രം കാണുന്നതൊക്കെ. അതുകൊണ്ട് ഡോക്യുമെന്ററിക്ക് വലിയ ചലഞ്ചുണ്ട്. വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ക്വാളിറ്റിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മൊബൈലൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ സാധ്യതകളൊക്കെ ഉപയോഗിച്ച് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡോക്യുമെന്ററികൾ ഉണ്ടാക്കി യൂട്യൂബിലൊക്കെ ഇടുന്ന ഒരു സാഹചര്യം വളരെയധികം വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പക്ഷേ വരുന്ന ഒരു ജനറേഷൻ ഏതെങ്കിലും കാലത്ത് വരുന്ന ഒരു ജനറേഷന് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ അവരൊക്കെ ഇത് കണ്ടിട്ട് ഇതാണ് പ്രധാനം, സിനിമയല്ല, അതല്ലെങ്കിൽ ഒരു ടെലിഫിലിമോ അല്ലെങ്കിൽ ഒരു തമാശ പരിപാടിയോ അല്ല, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയിലേക്ക്. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു രീതിയാണല്ലോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന സിനിമയൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ സിനിമ മടുക്കും, ചിലപ്പോൾ TV സീരിയലുകൾ ആൾക്കാർക്ക് മടുത്തതുപോലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഗൗരവമേറിയ രചനകൾ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ വരുന്ന ഒരു കാലം വരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇത് വിദേശ സർവകലാശാലകള്
ചില ഡോക്യുമെന്ററീസ്, നമ്മളുടെ മലയാളം ഡോക്യുമെന്ററീസ് പോലും UK-ലെ, ഇംഗ്ലണ്ടിലെ ചില യൂണിവേഴ്സിറ്റികൾക്കൊക്കെ വേണ്ടി വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടെ സംസാരിച്ചവര് തന്നെ പറയുന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ സാറ് ചെയ്ത പല ഡോക്യുമെന്ററീസും തീർച്ചയായിട്ടും അത് ഒരുപാട് മറ്റ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി കഴിഞ്ഞാൽ പോലും പ്രദർശിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ മാത്രമല്ല, ഇപ്പൊ പുതിയ ഒരു കാലഘട്ടത്തില് നമ്മളുടെ കയ്യിൽ മൊബൈലിന്റെ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു പ്രത്യേക വസ്തുതയെ ഡോക്യുമെന്ററി ആക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല, പ്രദർശിപ്പിക്കാനുള്ള വേദികൾ പണ്ടത്തെക്കാൾ ഒരുപാട് വേദികൾ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയായിട്ടും സോഷ്യൽ മീഡിയ വഴിയായിട്ടൊക്കെ നമുക്ക് ഇത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. മുൻപ് ഇപ്പോ വേണു സാർ നേരത്തെ പറഞ്ഞ പോലെ 35mm എടുത്ത ഒരു സാധനം പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പരിമിതി ഇന്നില്ല. അതൊരു വലിയ ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു ബ്ലെസ്സിങ് തന്നെയല്ലേ? സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള ഈ വലിയ മാറ്റങ്ങൾ ശരിക്കും ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ ചെലവ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു പിന്നെ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പോൾ ഇതിനെ ചില ഡോക്യു ഫിക്ഷൻസിനെയും ഡോക്യുമെന്ററികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമീപകാലത്ത് തന്നെ എന്താണ് കില്ലിങ് എ ടൈഗറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അത് പിന്നെ ഓസ്കാറിലൊക്കെ പോയിരുന്നു. അപ്പം അതുപോലെ തന്നെ ആനകളെ കുറിച്ചുള്ള ഒരു ആനകളെ സംരക്ഷിക്കുന്ന രണ്ടുപേരുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. പേര് ഞാൻ മറന്നുപോയി. അതും ഇന്റർനാഷണൽ ആയിട്ട് പോയതാണ്. പിന്നെ വേറൊന്ന് ഈ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അതിന് സബ് ടൈറ്റിൽ കൊടുത്തോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഴിമാറ്റം ചെയ്തോ ഒക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കേരളത്തില് ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്ററികൾക്ക് വേണ്ടിയൊക്കെ പറ്റുന്ന ഒരു OTT പ്ലാറ്റ്ഫോം പോലും ഗവൺമെന്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തില് പണം ചെലവഴിക്കാൻ താല്പര്യമുള്ള വ്യക്തികളോ ഒക്കെ ചേർന്നിട്ട് അങ്ങനെ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ ഗുണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു സംവിധാനം വരുന്നുണ്ട് എന്ന് പറയുന്നു. അതേസമയം നമ്മളുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ കൂടെയാണ് ഇതുപോലെ ഡോക്യുമെന്ററികൾക്കുള്ള അവാർഡുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ അവിടെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററികളോടാണ് മലയാളത്തിലെ ഈ ഡോക്യുമെന്ററീസ് മത്സരിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു പ്രശ്നം പലരും ഇവിടെ പറഞ്ഞു കേട്ടു. അതായത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ കൂടെ ഡോക്യുമെന്ററിക്കൊക്കെ സംസ്ഥാന അവാർഡുകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആ രീതിയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാറിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ആ കാര്യം? അജിത് സർ. ഞാൻ വിചാരിച്ചു വേണു സാർ ഇത് കഴിഞ്ഞിട്ട് സാറ് അഭിപ്രായം പറയണം. ഓക്കെ. ഇതിനകത്ത് ഇപ്പോ നമുക്കൊരു ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ചലച്ചിത്ര അക്കാദമി ഒരെണ്ണം നടത്തുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ട് NCERT അവര് നാഷണൽ ലെവലില് ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. പിന്നെ കൃഷി, അങ്ങനെ പല മേഖലകളിലുള്ള ഡോക്യുമെന്ററി ഫെസ്റ്റിവലൊക്കെ പൊതുവെ നടത്താറുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പോകുമ്പോൾ മിക്കവാറും നമ്മൾ കാണുന്നത് ഈ ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തവരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ ഒക്കെയാണ് അവിടെ കൂടുതലും ഉണ്ടാവുക. കോമൺ പബ്ലിക്കിന്റെ സാന്നിധ്യം ഒരു ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന പോലത്തെ ഒരു സാന്നിധ്യം സാധാരണ ഉണ്ടാകാറില്ല പലപ്പോഴും. പക്ഷെ എന്നാൽ പോലും ഇത് നിരന്തരമായി ഇങ്ങനെ നമ്മൾ ഇത്തരം ഫെസ്റ്റിവലുകളൊക്കെ നടത്തുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ OTT പ്ലാറ്റ്ഫോമും ഒക്കെ വരികയാണെങ്കിൽ ഇതിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ കഴിയും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഡോക്യുമെന്ററിക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡോക്യുമെന്ററിക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. പക്ഷെ ആ ഫ്യൂച്ചറിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് അതിനൊരു ബോധവൽക്കരണം കൊടുക്കണം. എന്താണ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ നമ്മൾ ഡോക്യുമെന്ററികളൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. സിനിമ എന്ന് പറയുന്ന ഒരു മേഖല മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഗൗരവമേറിയ മെറ്റീരിയൽസ് ഉണ്ട് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ വരും തലമുറ അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ താല്പര്യം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വേണു സാർ ഈ കാര്യത്തില് അഭിപ്രായം പറഞ്ഞില്ല. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്.
അല്ല ഞാന് അജിത് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഡോക്യുമെന്ററി ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഒരിക്കലും ഇല്ലാതാവില്ല. അത് ഡോക്യുമെന്ററിക്ക് അതിൻ്റെതായ ഒരു വിലയും നിലയും ഉണ്ട്. എക്കാലത്തും അതിനൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. പിന്നെ ഇക്കാലത്ത് അതിന്റെ ഒരു ദശസന്ധി എന്തോ ഒരു കഷ്ടകാലത്തിലൂടെ ആയിരിക്കും പോകുന്നത്. കാരണം പുതിയ യങ്സ്റ്റേഴ്സ് ഇന്ന് ഏറ്റവും കൂടുതൽ അവര് വന്ന് എത്തുന്നത് എല്ലാം ന്യൂജൻ സിനിമ, അവരുടെ സിനിമ തട്ടകത്തിലേക്കാണ്. അവർക്ക് ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്ററി മേക്കേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഈ അടുത്തിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അജിത് സാറിന് ഷോർട്ട് ടു ഡോക് എന്നാണ് അതിന്റെ ഷോർട്ട് പേര്. ഡോക്യുമെന്ററി ചെയ്യുന്നവർ മാത്രമായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതൊരു അതില് 2 സംഘടനകളുണ്ടോ സർ? ഒരേ ഒരു സംഘടനയേ ഉള്ളോ? ഒറ്റൊരു സംഘടനയേ ഉള്ളൂ കേരളത്തില്. അതൊരൊറ്റൊരു സംഘടനയേ അതെ അല്ലേ? ഉള്ളൂ. അത് ഇവിടെ അതിനകത്ത് സംസാരിച്ചതില് വിജു വർമ്മ എന്ന് പറയുന്ന അതാണ് അദ്ദേഹമാണ് ഇതിന്റെ അത് സെക്രട്ടറി. തന്നെയല്ലേ? നൂറിനാട് രാമചന്ദ്രനാണ് നൂറിനാട് സാറുണ്ട്. ഓക്കെ. ഈ സത്യം പറഞ്ഞെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ പിന്നെ ബിജു വർമ്മ ചിലപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്, അടുത്തിടെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഇപ്പൊ നൂറിനാടൊക്കെ പോലുള്ള ഒരു ഡോക്യുമെന്ററി കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരെയും ലക്ഷ്യം PRD ആയിരുന്നു. ഈ PRD തരുന്ന വർക്കുകൾ മാത്രം, അല്ലെങ്കിൽ ഇവിടെ പുറത്തുള്ള കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരൊക്കെ തരുന്ന വർക്ക് കൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ഒരുപാട് കാലം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കുകൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചത്. അമൃത ചാനലില് വിട്ടതിന് ശേഷവും ഞാൻ ഒരുപാട് കാലം ഈ ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്ററി തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സാധനമേ ഒരു ഡിപ്പാർട്ട്മെന്റും തരുന്നില്ല. അത് ഇപ്പോഴത്തെ സാമ്പത്തിക നില മാത്രമല്ല, കുറച്ച് മുമ്പും അവര് ഡോക്യുമെന്ററിയോട് അത്ര താല്പര്യം ഈ ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവർക്ക് അതിനോട് താല്പര്യം തോന്നുന്നില്ല. എന്താണെന്നുള്ള അത് കാരണം ഞങ്ങൾ ഡോക്യുമെന്ററി കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് വേറെ ഒരു പണി അറിയില്ല. ഒരു ഗുമസ്തന്റെ പണി എനിക്കറിയില്ല. ഞാൻ പഠിച്ച ക്രാഫ്റ്റ് ഇതാണ്. എനിക്ക് ഇതിൽ മാത്രമേ ഇന്ന് രാവിലെയും വായിച്ച പുസ്തകങ്ങൾ സിനിമയാണ്. അപ്പൊ സിനിമ മാത്രമാണ് എൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും എൻ്റെ ശ്വാസത്തിലും എല്ലാം ഉള്ളത്. അപ്പൊ എനിക്ക് ഇപ്പൊ ഈ ന്യൂജൻ സിനിമക്കാരുടെ ഒഴുക്കിൽ എനിക്ക് എന്തായാലും ഒരു സിനിമ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ അതിൽ പെടുമെന്നോ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനോഹരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഡോക്യുമെന്ററിയാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, അല്ലെങ്കിൽ മനോഹരമായ ഒരു പരസ്യചിത്രം ചെയ്തു കൊടുക്കാം. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. പക്ഷെ ഇതിനൊന്നും ഇവിടെ സാധ്യതകളില്ല. ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ നമ്മള് ആ വാതില് കടന്ന് ചെല്ലുമ്പം തന്നെ അവരിങ്ങോട്ട് പറയാണ്, ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ ശനിയാഴ്ച തോറും വരും പോലെയാണ്. നമ്മളവിടെ കഥ തുറന്ന് കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുന്നതിന് മുമ്പ് പറയും, വർക്കുകളൊന്നും ആയിട്ടില്ല കേട്ടോ, സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഇരിക്കാൻ പോലും അനുവദിക്കാതെ പറഞ്ഞു വിടുകയാണ്. അപ്പോ ഡോക്യുമെന്ററി മേക്കേഴ്സ് അത് മാത്രമായിട്ട് കഴിയുന്നവർക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടിന്റെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വേറെ ഒരു മാർഗവുമില്ല. പിന്നെ ഈ പറഞ്ഞ ആരും തന്നെ പൈസ മുടക്കാനും തയ്യാറാവുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വൈക്കം സത്യാഗ്രഹം ഇങ്ങനെയുള്ള സംഭവങ്ങളെ അന്ന് ചിത്രീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായെന്നെ. അപ്പോ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചരിത്ര സൂക്ഷിപ്പുകളായിട്ട് മാറ്റാനുള്ള ഒരു സംവിധാനം അത് സർക്കാർ തലത്തിൽ തന്നെ കൃത്യമായിട്ട് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടായിരിക്കും PRD ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും എവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നില്ല. ഈ പുതിയ തലമുറ അത് കാണുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അക്കാഡമിക് കുട്ടികൾ പോലും അവര് ജേർണലിസം പഠിക്കുന്നവരാണ്. ഇത്തരം ഡോക്യുമെന്ററികൾ അവരും എടുക്കേണ്ടവരാണ്. പക്ഷെ അവർക്ക് പോലും കാണാനായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് തോന്നുന്നു. അതിനുള്ള സംവിധാനം എന്തുകൊണ്ട് പിന്നെ സർക്കാർ തലത്തിൽ ഇപ്പൊ ഡോക്യുമെന്ററി ചെയ്ത് അവിടേക്ക് സമർപ്പിക്കുന്നവർക്ക് തന്നെ അത് ആവശ്യപ്പെടാമല്ലോ. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇത് പൊതുപ്രദർശനത്തിന് കൊടുക്കണം എന്നുള്ളത്. ഇപ്പൊ ഇത്തരം യൂട്യൂബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോ അത് ആലോചിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം
ചെലുത്തേണ്ടതല്ലേ ഈ സംഘടനകളൊക്കെ? ഈ സംഘടനയിലുള്ള അംഗങ്ങളിലെ ബഹുഭൂരിപക്ഷവും PRDക്ക് വേണ്ടി ഒരുപാട് ഡോക്യുമെന്ററികൾ ചെയ്തവരാണ്. ഇപ്പൊ ഇവിടെ സംസാരിച്ച ശ്രീമതി ചന്ദ്രിക, അവര് 200-ലധികം ഡോക്യുമെന്ററീസ് ഇതിനു വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോഹൻകുമാർ സാറ് പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. PRDയിൽ ഇരുന്നു കൊണ്ട് PRDക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പൊതുജന മധ്യത്തിൽ എത്തുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതിനുള്ള സംവിധാനം ആലോചിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഇത് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കും പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം ആവശ്യമുള്ളതാണ്. അതിപ്പം ഈ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വരുന്നുണ്ട്. അതിനെയൊക്കെ ഇത് കേരള ഗവൺമെന്റ് ഏത് തരത്തിൽ എടുക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ അധ്യാപകർ വന്ന് നിന്ന് ക്ലാസ്സിൽ കുറച്ച് ലെക്ചർ ചെയ്ത് നോട്ടും കൊടുക്കുന്നതല്ല ശരി. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ 15 മണിക്കൂർ വന്ന് നിന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും വലിയ ഇഫക്റ്റ് ആണ് അതിന്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്ന PRDയുടെ കയ്യിലും മറ്റേ വിക്ടേഴ്സിന്റെ കയ്യിലൊക്കെ ഉള്ളതായാലും എല്ലാ ഡോക്യുമെന്ററികളും സത്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായും പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം. അത് വന്ന് അറ്റൻഡ് ചെയ്ത് അത് വന്നിരുന്ന് കാണുന്നതിന് ഒരു ചെറിയ മാർക്ക് പോലും കൊടുക്കുന്ന രീതിയിലേക്ക് ഇതൊക്കെ മാറണം. അതൊക്കെ മാറണമെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ കൂടുതൽ സമയം തമിഴ്നാട്ടില് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തമിഴ്നാട്ടില് ഈ പിന്നെ ഇത് എന്താണ് ക്യാമ്പസ് പൊളിറ്റിക്സ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ ക്യാമ്പസ് പൊളിറ്റിക്സ് ബാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കേരളത്തിൽ അത് പറ്റില്ല. കാരണം അതെല്ലാം തീരുമാനിക്കുന്നത് രാഷ്ട്രീയ ബന്ധമുള്ള കുട്ടികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ആ ക്ലാസ്സിൽ ഈ കുട്ടികൾ ഇരിക്കണോ, അവർ കൂവണോ, അല്ലെങ്കിൽ അവർ എണീറ്റോ, ഇതിനൊക്കെ ഓരോ സംവിധാനങ്ങളുണ്ട്. അപ്പം അതാണ് ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും സ്കൂളുകളിലും ഡോക്യുമെന്ററികൾ പ്രദർശിപ്പിക്കുകയും ഡോക്യുമെന്ററികളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന വളരെ മോശപ്പെട്ട ഒരു സമൂഹമായി വളർന്നു വരുന്ന കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഒരു കുട്ടി ഒരു ഡോക്യുമെന്ററി കാണുന്നു. അതല്ലെങ്കിൽ പിന്നെ ബുദ്ധമതം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി കാണുന്നു. അപ്പം ഇവിടെ പണ്ട് ബുദ്ധമതം ഉണ്ടായിരുന്നു, അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മതസംവിധാനമല്ല ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളൊരു ബോധ്യം കുട്ടികൾ ജനിപ്പിക്കണം. വായനാശീലം കുറവാണ്, അതേസമയം അവൻ വിഷ്വൽസ് കാണാൻ വല്ല താല്പര്യമാണ്. അതുകൊണ്ട് ക്യാമ്പസുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് പോകണം. ഇതിന് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ളിടത്താണ് പ്രശ്നം. രാഷ്ട്രീയക്കാർ സിൻസിയറായിട്ട് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഗതികൾ ക്യാമ്പസുകളിൽ കാണിക്കണം. അതുപോലെ തന്നെ ലൈബ്രറികൾ, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനെ മാറ്റിയ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ച സംഗതികളാണ് ലൈബ്രറികളൊക്കെ. ഇപ്പൊ ലൈബ്രറികളിൽ എത്ര എണ്ണം തുറന്നു പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. അതിന്റെ രാഷ്ട്രീയം വേറെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ലൈബ്രറി എന്ന് പറയുന്നത് ഒരു ജീവനാഡിയായി നിലനിന്നിരുന്ന കാലം കഴിഞ്ഞുപോയി. അതിനെ തിരിച്ചു കൊണ്ടുവരണം, റീവാമ്പ് ചെയ്യണം. റീവാമ്പ് ചെയ്തിട്ട് എല്ലാ ലൈബ്രറികളെയും സജീവമാക്കുകയും അവർക്ക് ഇത്തരം ഡോക്യുമെന്ററികളെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്ടറുകൾ നൽകുകയും അത് ചർച്ച ചെയ്യുകയും അത്യാവശ്യം അതിന്റെ സംവിധായകനെ അവിടെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഭയങ്കരമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രം ചർച്ച ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളല്ല. പൊളിറ്റിക്കൽ തിങ്കിങ് ഉണ്ടാവണം. പൊളിറ്റിക്കൽ തിങ്കിങ് വളരെ സീരിയസ് ആയിട്ടുണ്ടാവണം. അങ്ങനെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തൊക്കെ വരുമ്പോൾ മാത്രമേ ഇതിന് ഗൗരവമായ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേണു സർ സംസാരിച്ചു. അല്ല, അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോൾ ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ നമ്മളൊരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് ഫെസ്റ്റിവലിൽ വരുന്ന ഏത് ഡോക്യുമെന്ററിയും നമുക്ക് അവിടെ ഇരുന്ന് കാണാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു.
അവരുടെ തിയേറ്ററിൽ തന്നെ ചെന്നിരുന്ന് കാണാൻ പറ്റുമായിരുന്നു. അന്ന് അത് 15 രൂപ പിന്നീട് 100 രൂപയൊക്കെ ആക്കിയെങ്കിലും വലിയ AC തിയേറ്ററിൽ നിന്ന് ചലച്ചിത്ര അക്കാദമിയുടെ വെള്ളയമ്പലത്തിൽ കിടന്ന ഓഫീസിനകത്ത് ഞാൻ ഒരുപാട് ഡോക്യുമെന്ററികൾ 15 രൂപയും 25 100 രൂപയൊക്കെ കൊടുത്ത് ഞാൻ കണ്ടിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ കാണാൻ ഞാൻ അജിത് സാറിന്റെ ഓർമ്മയിൽ ശ്രദ്ധപ്പെടുത്തേണ്ട ഒരു കാര്യം, ഈ അടുത്തിടെ വരെ ഏകദേശം ഒരു കൊല്ലത്തിന് മുമ്പ് വരെയും PRDയുടെ ഒരു സൈറ്റിനകത്ത്, അവരുടെ സൈറ്റിനകത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്ററികൾ നമുക്ക് ഓൺലൈനിൽ കാണാമായിരുന്നു. ഈ അടുത്തിടെ അത് മാറ്റിക്കളഞ്ഞില്ല. ഈ അടുത്തിടെ വല്ലതും വന്നോന്നറിയില്ല. ഞാൻ ഏതോ ഒരു ഡോക്യുമെന്ററിയുടെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനകത്ത് ചെന്നപ്പം ഡോക്യുമെന്ററികൾ ഇല്ല അതിനകത്ത്. അവർ ചെയ്ത വർക്കുകൾ പോലും അതിനകത്ത് അവർ ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് നമുക്കിത് കാണാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ ലോകത്ത് നടക്കുന്ന നമുക്ക് ആകെ പറ്റുന്നത് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി മേളകളിൽ വരുന്ന ഡോക്യുമെന്ററി മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ ഒരു ദിവസം കാണാൻ പറ്റുന്ന ഡോക്യുമെന്ററികളുടെ എണ്ണം കുറവല്ലേ. നമുക്ക് എല്ലായിടത്തും ഓടിച്ചെന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് തിരഞ്ഞെടുത്ത് കാണാൻ പറ്റുന്ന ഡോക്യുമെന്ററികൾ പോലും ഇപ്പോൾ ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. ഈ ചലച്ചിത്ര അക്കാദമിക്ക് ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവർക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഡോക്യുമെന്ററിക്ക് വേണ്ടി മാത്രം ഒരു മേള തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബോംബെ ഫെസ്റ്റിവലിൽ വരുന്ന ഡോക്യുമെന്ററികൾ, ഇങ്ങനെ നിരവധി മേളകളുണ്ട്. പക്ഷെ നമുക്ക് പിന്നീട് ആ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഈ ആകെ ഒരു ആശ്വാസം ചലച്ചിത്രം സംഘടിപ്പിക്കുന്ന ഡോക്യുമെന്ററി മേളകളാണ്. അതിനകത്ത് നമ്മൾ നല്ല വർക്കുമായി ചെല്ലാമെങ്കിൽ അതിനകത്തൊരു അവാർഡ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വലിയൊരു എമൗണ്ടും ഉണ്ട്. പിന്നെ ബോംബെ ഫെസ്റ്റിവലാണ്. പിന്നെ ഉള്ളത് നമുക്ക് പനോരമകളാണ്. പനോരമയിലും ഡോക്യുമെന്ററി നേരത്തെ ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് പുതിയ നിയമങ്ങൾ ഒരുപാട് ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നമുക്ക് കാണാനോ അത് പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളോ, ഈ അടുത്തിടെ ഞാൻ വിഷ്ണുത്തോട് പറയട്ടെ, അടുത്തിടെ ഒരു സ്കൂളിന്റെ ഡോക്യുമെന്ററിയെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ എന്നെ വിളിച്ചു. ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അപ്പോ ഞാനിവിടെ ചെല്ലുമ്പോൾ ഒരു 10-50 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഡോക്യുമെന്ററിയെ കുറിച്ച് ലാപ്ടോപ്പൊക്കെ കൊണ്ടുപോയി അവരിട്ട് കാണിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ വലിയ സന്നാഹത്തോടെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു. ഞാൻ ഈ ബുദ്ധിജീവി സംസാരമൊന്നും അല്ലായിരുന്നു. വളരെ ഭയങ്കരമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഒരു 20-25 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിലല്ല 50 കുട്ടികളിൽ 6-7 പേരായി ചുരുങ്ങി. ഞാൻ കണ്ടു അധ്യാപകർ കുട്ടികൾ ഇറങ്ങി പോകുമ്പം പിടിച്ച് തിരിച്ചുകൊണ്ടിരുത്തുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് അതിന്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു തരം മുരടിച്ച അവസ്ഥയിലാണ്. ഭാവി സാറ് പറഞ്ഞ പോലെ ഭാവി ഇല്ലാതെ പോകുന്നില്ല, പുതിയ തലമുറ കാണുമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ സിനിമയിലേക്ക് വരിക എന്നുള്ളതാണ് നിൽക്കുന്നത്. ഡോക്യുമെന്ററിയിലേക്ക് വന്ന് ഡോക്യുമെന്ററി ചെയ്ത്, പണ്ടൊക്കെ ആണെങ്കിൽ ഡോക്യുമെന്ററി ചെയ്ത് 6-7 എണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പലരും സിനിമയിലേക്ക് എത്തുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അവർക്ക് എഴുത്തും വായനയും പുതിയ കാഴ്ചപ്പാടുമുള്ള കുട്ടികൾ നേരെ സിനിമയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, ഈ മെയിൻ സ്ട്രീം ചാനലുകൾ ഇപ്പൊ ദൂരദർശൻ അടക്കം ഒരുപാട് ഡോക്യുമെന്ററീസ് മുൻകാലങ്ങളിൽ കാണിച്ചിരുന്നു. ഇപ്പൊ ഏഷ്യനെറ്റില് അതും പ്രൈം ടൈമിലൊന്നുമല്ല, പ്രത്യേക സമയങ്ങളിൽ ഉച്ച സമയത്തൊക്കെയാണ് ചില ഡോക്യുമെന്ററീസ് ഒക്കെ കാണിക്കുന്നത്. പക്ഷെ ബാക്കി ചാനലുകളെല്ലാം ഈ തുടരൻ വാർത്തകൾ മാത്രം, അതായത് ഓരോ മണിക്കൂർ ഇടവിട്ട് കാണിക്കുന്ന വാർത്തകളിലും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ആകെ രാവിലത്തെ ബുള്ളറ്റിനും ഉച്ചക്കലത്തെ ബുള്ളറ്റിനിൽ ചെറിയ വാല്യൂ അഡീഷൻ ഉണ്ട്. വൈകുന്നേരത്തെ ബുള്ളറ്റിനിൽ മാത്രമാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് വാർത്തയിൽ. അപ്പൊ ബാക്കി എല്ലാ സമയവും ഒരേ വാർത്തകൾ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവർക്ക് കുറച്ച് സമയം ഈ ഡോക്യുമെന്ററികൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൂടെ എന്നുള്ള ഒരു രീതിയിൽ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? സാറ് ചാനലുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ. പിന്നെ അമൃത ചാനലൊക്കെ പോലുള്ള ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാറിന് ഇതിന് അഭിപ്രായം പറയാൻ പറ്റില്ലേ വേണു സാർ? അല്ല, അത് ഏഷ്യാനെറ്റ് കുറച്ച് മുമ്പ് ഈ ഡോക്യുമെന്ററിക്ക് ഒരു നല്ല അവസരം കൊടുത്തിരുന്നു. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഒരുപാട് ഡോക്യുമെന്ററികൾ അവര് പുറത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ എന്തോ
നിർഭാഗ്യമല്ല ഞാനും അവസാന നിമിഷങ്ങളിൽ എന്റെ ഡോക്യുമെന്റ് 1-2 കാണിക്കണമെന്ന് പറഞ്ഞ് ചെന്നെങ്കിലും അത് അവസാനം അവർ ആ പ്രോഗ്രാം നിർത്തിക്കളഞ്ഞു. അത് വലിയ താങ്ക്സ് ആയിരുന്നു. അതുപോലെ കൈരളി ചാനലും ഡോക്യുമെന്ററിക്ക് ഒരു അവസരം കൊടുത്തിരുന്നു. അവർ പറയുന്നത് നിർത്തിയതിനു ശേഷം ഞാൻ ആ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ച് അവർ പറയുന്ന ഇന്ന് ആ സ്ലോട്ട് 20-25 മിനിറ്റ് എടുക്കുന്ന ആ സ്ലോട്ടിന് ഒരു സ്പോൺസർമാരെ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് സമയം അവരുടെ പിന്നെ എന്താണ് മണി നഷ്ടമാണോ, അത്രയും സമയം ഉണ്ടെങ്കിൽ കച്ചവട സാധനം ഇട്ടാൽ അത്രയും സ്പോൺസർമാർ കിട്ടും, അവർക്ക് അതിന്റെ ഇത് വരും, റവന്യൂ വരും. റവന്യൂ ഇല്ലാതെ പോകുന്നതാണ് പലപ്പോഴും ഡോക്യുമെന്ററികള് ചാനലിൽ കാണിക്കാതിരിക്കാൻ വരുന്ന ഒരു പ്രധാന സംഭവം. ഈ അമൃത ചാനലിൽ ഇരിക്കുമ്പോഴും ഞാൻ ശ്യാമപ്രസാദിനോടൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ അവർക്കൊന്നും ഡോക്യുമെന്ററി ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു ചാനലും ഡോക്യുമെന്ററി കാണിക്കുന്നില്ല. മനസ്സിലായി. സാർ, ഈ ഡോക്യുമെന്ററികളിൽ സാർ കൈകാര്യം ചെയ്ത വിഷയം ഒരുപാട് വൈവിധ്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പോ ഈ സിനിമയെ പറ്റിയിട്ട് തന്നെ ഒരു പുസ്തകം സാർ എഴുതിയിട്ടുണ്ട്, അതായത് സ്ത്രീ ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ വൈവിധ്യമുള്ള രീതിയിലുള്ള ഡോക്യുമെന്ററികൾ ഇല്ലാത്തതാണോ ഒരു കാരണം ഇത് പ്രദർശനത്തിന് എടുക്കാത്തത്? റേറ്റിംഗ് കിട്ടാവുന്ന ചില കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ ഡോക്യുമെന്ററി എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ്, പ്രേക്ഷകരെ കിട്ടുന്നത് തന്നെയാണ്. ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പല ഡോക്യുമെന്ററി മേക്കേഴ്സും നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരു ദുരൂഹതയും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വിഷയം പറഞ്ഞു പോകുന്നതാണ്. നല്ല നല്ല ഡോക്യുമെന്ററികളാണ്. നമ്മൾ ഈ ഫെസ്റ്റിവൽ ഡോക്യുമെന്ററി മേളയിൽ വരുന്ന മലയാളത്തിൽ വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ അത്തരം സാധനമൊന്നും ചാനലിന് ആവശ്യമില്ല. ചാനലിന് ആവശ്യം അവർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്, അവർക്ക് റവന്യൂ ഇല്ല, അവർക്കൊരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഡോക്യുമെന്ററി കൊണ്ട് ഒരു ജുവലറിയുടെ അടുത്ത് ചെന്നാൽ ജുവലറിക്കാരൻ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? അവർ ചെയ്യുമോ? ഇല്ല. അതേസമയം ഒരു സെലിബ്രിറ്റീസിനെ വെച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ എടുത്താൽ പോലും നല്ല മാർക്കറ്റിംഗ് ആണ്. ഞാൻ ഇന്നലത്തെ താരം എന്ന് പറയുന്ന ഒരു സീരീസ് 170 എപ്പിസോഡ് എന്തോ അമൃതയിൽ പോയതാണ്. അതായത് ഇന്നലെ വരെ കഴിയുന്ന ആൾക്കാർ, അതില് സിനിമയുണ്ട്, സംഗീതമുണ്ട്, രാഷ്ട്രീയക്കാരനുണ്ട്, എല്ലാ മേഖലയിലും പ്രവർത്തിച്ചവര് ഇന്നലെ അവര് നക്ഷത്രങ്ങളായിരുന്നു, താരമാണ്. പക്ഷെ ഇന്ന് അവർ എന്ത് ചെയ്യും, അവരുടെ ഇന്നത്തെ ജീവിതം എന്താണ് എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഭയങ്കര ഹിറ്റായിരുന്നു, നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റി, അവർക്ക് കിട്ടി. പക്ഷെ ആ സ്ഥാനത്ത് നമ്മള് ഇതേ സാധനം തന്നെ ഞാനൊരു വേറൊരു പ്രൊപ്പോസൽ, നമ്മുടെ നമ്പൂതിരി ഇല്ലങ്ങളെ കുറിച്ചൊരു പ്രോഗ്രാം, ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ഇല്ലങ്ങളുണ്ട്, മഠങ്ങളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പ്രൊപ്പോസൽ അവിടെ വെച്ചപ്പോ അവരത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അതൊന്നും ആൾക്കാർക്ക് കാണില്ല. ആളുകൾ കാണാത്ത പ്രോഗ്രാം നമ്മൾ എന്തിനാണ്, നിങ്ങൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്യൂ, സിനിമാക്കാരെ വെച്ച് ചെയ്യൂ എന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ മാത്രമേ ചാനലുകാർ താല്പര്യമുള്ളൂ. ഡോക്യുഫിക്ഷൻസ് പോലും വരുന്നില്ല ഇപ്പോ. മുൻപ് മാതൃഭൂമിയൊക്കെ ഈ വഴിത്താരയിൽ എന്നൊക്കെ പറഞ്ഞ നല്ല ഡോക്യുഫിക്ഷൻസ് സമൂഹത്തിൽ ഇതുപോലെ പല വിഭാഗങ്ങളിൽപ്പെട്ട പ്രശസ്ത വ്യക്തികളെ കുറിച്ചൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതില് ഒരുപാട് പിന്നെ പ്രശസ്തി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോ ഒരു ചാനലുകളിലും കാണുന്നില്ല എന്നുള്ളത്. ദൂരദർശനെങ്കിലും ഈ സ്പോൺസർഷിപ്പ് നോക്കാതെ കാണിക്കേണ്ടതല്ലേ? അല്ല, ദൂരദർശനില് വരുന്നുണ്ട്. ദൂരദർശൻ പിന്നെ ഡോക്യുമെന്ററികള് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അവര് കാണിക്കും. പിന്നെ നാഷണൽ നെറ്റ്വർക്കില് ഡോക്യുമെന്ററിക്ക് ഒരു സ്ലോട്ട് ഉണ്ട്, അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അതും ഡോക്യുമെന്ററി വളരെ പഴയ ഡോക്യുമെന്ററികളാണ് അവർ കാണിക്കുന്നത്. ഞങ്ങൾ പുതിയതായിട്ട് ഡോക്യുമെന്ററി കാണിക്കാനായിട്ട് പോയാൽ അവര് സ്ലോട്ട് വാങ്ങാൻ പറയും. ഇപ്പൊ അവരുടെ സ്ലോട്ടിന്റെ ഒരു റേറ്റ് പണ്ടത് 15,000 രൂപ കൊടുത്താൽ നമുക്കൊരു സ്ലോട്ട് 5:30 മണിക്ക് കിട്ടുമായിരുന്നു. 5:30 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് കിട്ടുമായിരുന്നു. നമ്മൾ തന്നെ സ്പോൺസറെ ഉണ്ടാക്കി ആ പൈസ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതും അവർ നിർത്തിവെച്ചു. അവരുടെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നാഷണൽ നെറ്റ്വർക്കിലൂടെ ഒരു ഡോക്യുമെന്ററി വരുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നും തന്നെ ഇപ്പം വരുന്നു.
ഇതിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിൽ സാധാരണ നമ്മൾ ഉന്നയിക്കാറുള്ള ചോദ്യങ്ങളിലൊന്ന് ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. അത് പറയുന്നതിന് മുമ്പ് സാർ, ആ കാലഭൈരവൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി സാർ തന്ന എല്ലാ ഡോക്യുമെന്ററീസും ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഡോക്യുമെന്ററീസ് ആണ്. അതില് സംഗീതാത്മകമാണ് എല്ലാം. ഇപ്പോ ആദ്യത്തെ പറഞ്ഞത് വളരെ അധികം സംഗീതം വലിയൊരു ഘടകമായിട്ട് ഒരു കഥാപാത്രം പോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെന്ററിക്ക് പോലും ഒരു വേണ്ട രീതിയിലുള്ള ഒരു വെൽക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. അപ്പൊ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ഡോക്യുമെന്ററിയെ കൂടുതൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഇപ്പോഴുള്ള ആളുകൾക്ക് സമയം എന്നുള്ളത് ഒരു വലിയൊരു ഘടകമായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ദൈർഘ്യമേറിയിട്ടുള്ള ഒന്നും കാണാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പൊ വളർന്നു വരുന്നത്. 1 മിനിറ്റ് കൊണ്ട് റീൽ ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ സംഗതിയാണെങ്കിൽ പോലും 1 മിനിറ്റുള്ള ഒരു റീൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വാർത്തകളുടെ ചാനലുകളിൽ വാർത്തയുടെ സമയം 1 മിനിറ്റ് ആയിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിന്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിലേക്ക് ഇതിനെ നിലനിർത്താൻ സാധിക്കുമോ? ചില വിഷയങ്ങൾ അത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഒന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല ദൈർഘ്യം കുറച്ചിട്ട് എന്താ കാര്യം? 10 മിനിറ്റ് ഉള്ള ഡോക്യുമെന്ററി വരുന്നുണ്ട്, 8 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഉള്ള ഡോക്യുമെന്ററി ഞാനും ചെയ്തിട്ടുണ്ട്. ഏറ്റവും 5 മിനിറ്റ് ഉള്ളത് ഇത് പ്രേക്ഷകരെ കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തികം ചെയ്യാൻ പറ്റുന്ന കമ്പനി വരിക. അങ്ങനെ അല്ലാതെ ഈ ഡോക്യുമെന്ററികളൊക്കെ വലിയൊരു ഭാവി സമീപകാലത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി നിൽക്കുകയാണ് ഇപ്പോ. ഫിലിം ഡിവിഷൻ ഡോക്യുമെന്ററികൾ വിലക്കെടുക്കുമായിരുന്നു. അജിത് സാറിന് അറിയാതെ ഫിലിം ഡിവിഷൻ നല്ല വില കൊടുത്ത് അവര് ഡോക്യുമെന്ററികൾ വാങ്ങുമായിരുന്നു. അടൂർ സാറും അരവിന്ദ് ഏട്ടനും ഒക്കെ അതിനകത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോ ഇവിടുന്ന് മലയാളത്തിൽ 200 ഡോക്യുമെന്ററി വിലയ്ക്ക് വാങ്ങിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അവര് ന്യൂസ് റീൽ എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഫിലിം ഡിവിഷൻ ഇല്ല. അവര് ഡോക്യുമെന്ററികൾ ഒന്നും തന്നെ വാങ്ങുന്നില്ല. അന്ന് വാങ്ങിയിരുന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായത്. പക്ഷെ ഇന്ന് ആ വഴിയും അടഞ്ഞു. അപ്പൊ ഇന്ന് നമ്മളെ മുന്നിൽ ഒരു വഴിയും ഇല്ല. ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനോ പുതുതായി നിർമ്മിക്കാനോ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്യുമെന്ററി. നിങ്ങൾ ഈ ഡോക്യുമെന്ററിയെ കുറിച്ചൊരു ചർച്ച വെച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയെങ്കിലും വന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാരണം മറ്റൊരു വേദിയിലും ഇതിനൊരു അവസരമില്ല. ഈ പേര് പോലും ദിവസം നിങ്ങൾ കേൾക്കാറ് പോലും. അത്രയ്ക്ക് ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഡോക്യുമെന്ററി മേഖലയ്ക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിക്കാൻ വരുന്ന പലർക്കും ഇങ്ങനെ ഒരു സംഘടന ഉള്ളത് പോലും അറിയില്ല. അപ്പൊ ഈ സംഘടന കുറച്ചുകൂടി ശക്തിപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രപ്പോസൽസ് സർക്കാരിലേക്ക് തന്നെ വെക്കാവുന്നതാണ്. അതുപോലെ സർക്കാരിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഡോക്യുമെന്ററികളുടെ ഒരു കാലപരിധി കഴിയുമ്പോൾ അത് പൊതുപ്രദർശനത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാവുന്നതാണ്. അതിന്റെ കോപ്പിറൈറ്റിന്റെ ഒരു അവകാശത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടം വെച്ച് കഴിഞ്ഞാൽ സാധാരണ പുസ്തകങ്ങളുടെയൊക്കെ വെക്കുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ പൊതുവേദികളിലേക്ക് എത്താം. തീർച്ചയായിട്ടും ഡോക്യുമെന്ററി സംവിധായകരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വേദികളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1-2 എപ്പിസോഡ് കൂടിയാണ് ഇത് ഉണ്ടാവുക. മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ എത്ര സാഹസ പ്രവൃത്തി തന്നെയാണ് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുക എന്നുള്ളത്. കാരണം അതിന് പണം കണ്ടെത്തണം. അതിന്റെ പിന്നെ പണ്ട് കാലത്ത് ചെയ്തിരുന്നവര് അനുഭവിച്ചതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത്രയും ഇല്ല. കാരണം സ്റ്റുഡിയോകൾ കിട്ടാനില്ലാത്തൊരു അവസ്ഥയിൽ അതിന് ആളുകളെ കണ്ടെത്തി അത് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് ഇവിടെ എ റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകൻ ബഷീറിനെ പറ്റിയിട്ട് അദ്ദേഹം ചെയ്ത ഡോക്യുമെന്ററിക്ക് വേണ്ടി അദ്ദേഹം എടുത്ത ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമൊന്നും ഇപ്പൊ ഇല്ല. അതുപോലെ അത് പ്രദർശിപ്പിക്കാനായിട്ട് കോളേജുകളിലൊക്കെ പ്രദർശിപ്പിക്കാൻ സൗകര്യം കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോ നമുക്ക് അത് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അത് പ്രദർശിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രത്യേക സംവിധാനം അത് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയായിട്ട് തോന്നുന്നു. ഈ കാര്യങ്ങള് ഇവിടെ സംസാരിക്കുന്ന ഇതിൽ ശ്രോതാക്കളായിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഇല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഒരുമാതിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിനെ തുടർന്ന് നമുക്കത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ സുരേഷ് നെല്ലിക്കോട് ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാനൊരു ഇൻവൈറ്റ് അയക്കുന്നുണ്ട്. സാറിന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഹലോ സർ, നമസ്കാരം. സംസാരിക്കാം. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം, ക്ലിയർ ആണ്. കേൾക്കാം. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിൻവാങ്ങി നിന്നത്. പ്രത്യേകിച്ചും ഈ ഡോക്യുമെന്ററികൾ കാണാത്തത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ തോന്നിയില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. ശ്രീ വേണുകുമാറിനെയും ശ്രീ അജിത് കുമാറിനെയും കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെയൊക്കെ ഞാനിപ്പോ ടൊറന്റോയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഫെസ്റ്റിവലിലൊക്കെ ഞങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത, ഇന്ത്യൻ ഡോക്യുമെന്ററികൾ പോലും വിദേശ സഹായത്തോടെ ചെയ്തിട്ടുള്ളതിനാണ് ഏറ്റവും വലിയ റിസപ്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇവിടേക്ക് വരുന്നത് പോലും അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാല്, പാൻ നളിൻ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, ഫെയ്ത്ത് കണക്ഷൻസ് എന്ന് പറഞ്ഞത്. നമ്മുടെ കുംഭമേളയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ഫീച്ചർ ഫിലിമിന്റെ രീതിയിൽ ചെയ്ത ഒരു സ്റ്റോറി തന്നെയാണത്. ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഓടി കുംഭമേളയിലേക്ക് വന്നു ചേരുന്നതും അവിടെയുള്ള ആൾക്കാരുടെ വളരെ പെറ്റായി തീരുന്നതും വീണ്ടും അവനെ വീട്ടുകാര് പിടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകുന്നതും അവൻ അവിടുന്ന് വീണ്ടും ഓടി വരുന്നതും ഒക്കെയാണ് ഇതിന്റെ കഥ. അതായത് ഒരു ഫീച്ചർ പോലെ സംഭവിച്ച ഒരു സംഗതിയാണത്. അതിനെക്കുറിച്ചാണ് പാൻ നളിൻ ഇത് ചെയ്തത്. ഞാൻ ആദ്യം കാണുന്ന ചിത്രം ഫെയ്ത്ത് കണക്ഷൻസ് ആണ്. ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലില് പ്രദർശിപ്പിച്ചാണത്. അതേപോലെ തന്നെ നിഷ പഹുജയുടെ ഇപ്പൊ ഇവിടെ പരാമർശിച്ചിരുന്ന ഒരു ടു കിൽ എ ടൈഗർ എന്നുള്ള സ്റ്റോറി വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ എടുത്താണ് ചിത്രം ചെയ്തത്. ഇതിന്റെ ഒക്കെ പിന്നില് ഫോറിൻ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് കാരണം കേരളത്തിലോ ഇന്ത്യയിലോ നമുക്കതിന് വേണ്ടത്ര ഒരു സപ്പോർട്ട് സർക്കാർ തലത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് സത്യത്തില്. നമ്മളുടെ ഡോക്യുമെന്ററി ഫെസ്റ്റിവലുകൾ പോലും ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ കൂടെയാണ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു വഴിപാട് കഴിക്കുന്ന പോലെയാണ് സാധാരണ ചെയ്ത് കാണാറുള്ളത്. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് സർക്കാർ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് വരാത്തിടത്തോളം കാലം ഡോക്യുമെന്ററികൾക്ക് നമുക്ക് കേരളത്തില് പ്രത്യേകിച്ചും ഇന്ത്യയിലാണെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ വലിയ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് നമുക്ക് നമ്മുടെ ഭാവി വളരെ ഇരുളടഞ്ഞത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതേസമയം ഡോക്യുമെന്ററികൾ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള രീതി പോലും നമുക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനമാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ പോലും പല സംഭവങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വിശദമായിട്ടുള്ള ഡോക്യുമെന്ററികൾ പല സ്ഥലത്തും ഉണ്ട്. നമുക്ക് അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ അത് പെടുത്തുന്നില്ല. ഒരു നോൺ ഡീറ്റെയിൽഡ് സബ്ജക്റ്റ് ആയിട്ട് പോലും നമ്മുടെ പാഠ്യ പദ്ധതികളിൽ സിനിമ ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 2 ചിത്രത്തിന് കിട്ടിയ ഓഡിയൻസ് റിസപ്ഷനും അതിന്റെ അംഗീകാരങ്ങളൊക്കെ വളരെ അസൂയാർഹമാണ്. ആ രീതിയിൽ സർക്കാർ ലെവലിൽ വരണം. അതല്ലെങ്കിൽ വിദേശത്തേക്ക് അതിന്റെ ഒരു എക്സ്പോഷർ കിട്ടണം. ഇപ്പൊ അങ്ങനെ പോലും നമുക്ക് പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങളുടെ തകരാറുകളാണത്. നന്നായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് എവിടേക്ക് അയക്കാം എന്നുള്ളൊരു ഗൈഡൻസ് പോലും പറഞ്ഞു കൊടുക്കാൻ പലർക്കും, അല്ലെങ്കിൽ പല ഒഫീഷ്യൽ സംവിധാനത്തിനും കഴിയാറില്ല. ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് കൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളില്ല. ഈ 2 ഇന്നത്തെ വിശിഷ്ടാതികളെയും കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും ഇവർ ചെയ്ത ഡോക്യുമെന്ററികൾ എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇല്ലാണ്ടാവുന്നത്. എന്തായാലും വളരെ സന്തോഷം 2 പേരെയും കേൾക്കാൻ കഴിഞ്ഞതിൽ. സംഘടിപ്പിച്ച നമ്മുടെ ദൃശ്യസാക്ഷ്യത്തിനും ഹേമയ്ക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. വളരെ നന്ദി സർ. ഇതില് വേണുകുമാർ സാറിന്റെ ഡോക്യുമെന്ററീസ് അതിന്റെ ചിലതിന്റെ സാർ അയച്ചു തന്ന ലിങ്ക്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കില്. അജിത് സാറിന്റെ മറ്റേ ഡോക്യുമെന്ററി ലീല ഓംചേരിയെ പറ്റിയിട്ടുള്ളത് അത് കിട്ടിയില്ല ലിങ്ക്, അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്യാഞ്ഞത്. ഇനിയും കാണാമല്ലോ. വേണു സാറിന്റെ കൂടുതൽ ലിങ്ക്സ് തരികയാണെങ്കിൽ നമുക്ക് ഇനി ഇതിന്റെ റൈറ്റപ്പിന്റെ കൂടെ അതും കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. അജിത് സാറും കഴിയുന്നത്ര സ്ക്രിപ്റ്റ് ചെയ്തത് തരാൻ നോക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും സുരേഷ് ഇത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കയ്യിലായതുകൊണ്ടാണ് ഇതൊന്നും യൂട്യൂബിൽ ഇല്ലാത്തത്. അപ്പം ഇത് സ്ക്രീം ഓഫ് സൈലൻസ് പക്ഷെ എവിടെയോ ഒരു ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചപ്പോ അവിടുന്ന് ആരോ എടുത്തിട്ട് അതിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത്.
ഫേമസ് സാർ അത് പ്രസ് അക്കാഡമിയിൽ പ്രദർശിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അതെ അത് സ്ട്രീം ഓഫ് സൈലൻസ്. അതെ 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 ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ശ്രീ സുരേഷ് ടൊറന്റോയിൽ നിന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് കേട്ടോ. അത് വളരെ ചുരുക്കി അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഈ പരമ്പരയിലെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനില്ലെങ്കിൽ നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്. വേണു സാറിന്റെ അടുത്ത് പിന്നെ നാനയിൽ പ്രവർത്തിച്ച ഒരു ആളെന്നുള്ള രീതിയിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സിനിമ ഇപ്പോ മാധ്യമങ്ങള് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയായ രീതിയിലാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? കാരണം നാന പോലെ ഒരു പ്രസിദ്ധീകരണം അതിനെ എത്രയും ഗൗരവതരത്തിലാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് സിനിമയിലേക്കുള്ള ശരിയായ ഒരു വഴികാട്ടിയായിരുന്നു നാന എന്നുള്ള ഒരു പ്രസിദ്ധീകരണം. അന്നത്തെ ഇറങ്ങുന്ന സിനിമകൾ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് സിനിമാ വ്യവസായത്തിനെ പറ്റിയിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കുന്നു, അഭിനേതാക്കളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അറിയിപ്പ് തരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു വഴികാട്ടി ആകാനുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ലാതെ ആകുന്നു? മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിലിം റിവ്യൂസ്, ഇപ്പൊ അതിനെ പറ്റിയിട്ട് ഹൈക്കോടതി തന്നെ കുറെ കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫിലിം ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സിനിമ വെറും പ്രൊമോഷനുള്ള ഒരു വേദിയാക്കിയിട്ടാണ് ഇപ്പൊ മാധ്യമങ്ങൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് സിനിമയെ കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സൗകര്യം എന്തുകൊണ്ട് മാധ്യമങ്ങൾ തരുന്നില്ല? അത് ഒരു പോരായ്മയല്ലേ? അല്ല, ഇന്നത്തെ പുതിയ കാല സിനിമകള്, കുട്ടികളുടെ സിനിമകൾ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ടൊന്നും ആവശ്യമില്ല. ഒരു പ്രിന്റ് മീഡിയയുടെ ഒന്നും ആവശ്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ചറിയിക്കും, ഇത്രാം തീയതി മമ്മൂട്ടി ജോയിൻ ചെയ്യും, ഇത്രാം തീയതി മോഹൻലാൽ ജോയിൻ ചെയ്യും, ഇത്രാം തീയതി സോങ് എടുക്കുക. അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു രീതി ഡയറക്ടർമാർ തന്നെ വിളിച്ചു പറയുമായിരുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചു പറയുന്നു. അന്ന് നമുക്ക് ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ രാജകീയമായ ഒരു സ്വീകരണമാണ് കിട്ടിയിരുന്നത്. പക്ഷെ ഇന്ന് പത്രമാസിക ഈ സിനിമാ വാരികകൾ കുറഞ്ഞു. ഞാൻ ഏകദേശം കുറച്ച് കോപ്പികൾ അടിക്കുന്നുള്ളൂ, വെള്ളി നക്ഷത്രം ഇല്ല, അങ്ങനെ തുടങ്ങിയുള്ള സിനിമകളുടെ മെയിൻ സ്ട്രീമിലുള്ള മാസികകളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ പുതിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു സപ്പോർട്ടൊന്നും ആവശ്യമില്ല. കാരണം അവർ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർ യൂട്യൂബിലേക്ക് അവരുടെ പ്രൊമോഷൻസ് തയ്യാറാക്കുന്നു, അവരിടുന്നു, അത് മാക്സിമം അവര് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. അവരുടെ ഒരു രീതി ലൈൻ തന്നെ വേറെ. അവർക്ക് ഇങ്ങനെയുള്ള പത്രമാസികകളുടെ ഒന്നും ഒരു ആവശ്യമില്ല. നോക്കൂ, പണ്ടൊക്കെ ആണെങ്കിൽ ബാക്ക് പേജ് മുഴുവൻ ഒരു സിനിമയുടെ പരസ്യം ഉണ്ടാവുമായിരുന്നു. ഇന്ന് എവിടെയെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ വലിയ പരസ്യങ്ങളുണ്ടോ? അടുത്തിടെ ചെറിയ ഒരു 4 കോളം പരസ്യം അല്ലെങ്കിൽ 3 കോളം പരസ്യം എന്ന് മാത്രമേ സിനിമ ഇറങ്ങുന്ന പോലും നമ്മൾ പത്രങ്ങളിലൂടെ അറിയുന്നില്ല. നമ്മൾ അറിയുന്നത് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയൊക്കെ അല്ലെങ്കിൽ മറ്റേ മീഡിയയിലൂടെയൊക്കെ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പം അവർക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അവർ ചെയ്യുന്ന സിനിമകളെല്ലാം മെച്ചപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് അവർക്കറിയാം, അത് പ്രേക്ഷകർ അത് അറിഞ്ഞറിഞ്ഞ് എത്തും. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയായിട്ട് പ്രചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതെ 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 മറ്റ് പ്രിന്റ് മാധ്യമങ്ങള് വേണ്ട, ട്രഡീഷണൽ മീഡിയയിൽ കൂടെ അല്ലാതെ തന്നെ അതിന്റെ ഒരു പ്രചരണം നടക്കുന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇതിനെ സംബന്ധിച്ച് വരുന്ന റിവ്യൂസിനെ പറ്റിയിട്ടാണ് ആക്ഷേപം. അത് പലപ്പോഴും ഈ പ്രൊമോഷണൽ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സിനിമയെ തന്നെ തറ പറ്റിക്കുന്ന രീതിയിലായിട്ടോ ഒക്കെ മാറുന്നു എന്നുള്ളതാണ്. അതിൽ സത്യത്തിൻ്റെതായിട്ടുള്ള ഒരു അംശം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത്. അത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നല്ലോ. കോഴിക്കോടിനൊക്കെ എത്രയോ സിനിമകളെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. അത് എക്കാലത്തും നല്ല ഈ വിമർശിക്കുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് പിന്നെ കടുത്ത കൈകളിലേക്ക് അവർ പോകുന്നുണ്ട്. വൃത്തികെട്ട ഒരു മാനസികാവസ്ഥ ഉള്ള ചില പിന്നെ റിവ്യൂസ് ആണ് വരുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ പണ്ടും ഉണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിരുന്നു, ചീത്ത സിനിമകളെ അവര് ഉപേക്ഷിച്ചു വരുന്നു. അത് റിവ്യൂസ് എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഇപ്പം പക്ഷെ മാസികകളൊന്നും ഡെയിലി പത്രങ്ങൾ പോലും അങ്ങനെയുള്ള റിവ്യൂസ് കൊടുക്കുന്നില്ല. കാരണം ഒരു ചിത്രത്തെ കുറിച്ച് മോശമായ ഒരു അഭിപ്രായം എഴുതി കഴിഞ്ഞാൽ ആ പത്രം പിന്നെ
ആ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. ആ അതെ ആ ആ സിനിമാക്കാര് പത്രത്തിലേക്ക് ഒരു പരസ്യവും കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന്റെ പത്രക്കാര് എല്ലാം തന്നെ സിനിമയെ വിമർശിക്കുന്നില്ല. ഇല്ല. ഈ അത് ഇതിലുള്ള ശരിയാണ്. വിഷ്വൽ മീഡിയ, ഈ പറഞ്ഞ ന്യൂജൻ മീഡിയയിൽ വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിയാണ്. നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി വളരെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡോക്യുമെന്ററി മേക്കിങ്ങിനെ പറ്റി മാത്രമല്ല, അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിന്റെ പ്രദർശന രീതികളെ സംബന്ധിച്ചും സർക്കാരിന്റെ ഇടപെടലുകൾ എവിടെയൊക്കെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും ഇന്നത്തെ രണ്ട് അതിഥികളും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അഭിപ്രായം പറയാവുന്ന രണ്ടുപേരായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇന്ന് അതിഥികളായിട്ട് എത്തിയിട്ടുള്ള വേണുകുമാർ സാറിനും ശ്രീ അജിത് കുമാർ സാറിനും വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു വേദിയിൽ വന്നതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഈ ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുത്ത നമ്മളുടെ ശ്രോതാവായ ശ്രീ സുരേഷ് നെല്ലിക്കോട് സാറ്, അദ്ദേഹത്തിനും അതുപോലെ ബൈന്ദ എന്നിവിടെ ഇപ്പോ ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ദൃശ്യസാക്ഷ്യം പരമ്പരയുടെ അടുത്ത 2 എപ്പിസോഡുകളും കൂടിയാണ് മിക്കവാറും ഇത് ഉണ്ടാവുക. അത് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്കായിരിക്കും ഇതിന്റെ അടുത്ത ഭാഗം അവതരിപ്പിക്കുക. ഈ വേദി ഇവിടെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീ ഡി പ്രദീപ് കുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. സാറിന്റെ പേരിലും ഇവിടെ കൂടിയിട്ടുള്ള ശ്രോതാക്കളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു.